ആലപ്പുഴ ചേർത്തല ഇൻഫോ പാർക്കിലുള്ള ടെക്ജൻഷ്യ എന്ന കമ്പനി ഒറ്റ ദിവസം കൊണ്ടാണ് ലോകമെങ്ങുമുള്ള മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഒരുപോലെ സുപരിചിതമായ പേരായി മാറിയത്. ഇന്ത്യയിൽ നടത്തിയ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി നടത്തിയ മത്സരത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക വീഡിയോ കോൺഫറൻസിംഗ് ടൂളായി ടെക്ജൻഷ്യയുടെ വി കൺസോൾ മാറുകയും ചെയ്തു. അതിൻ്റെ സാരഥി ജോയ് സെബാസ്റ്റ്യനാണ് ദ ക്യൂ അഭിമുഖത്തിലുള്ളത്. സ്വാഗതം. താങ്ക് യു മനീഷ്. ടെക്ജൻഷ്യ നേരത്തെ തന്നെ പല വിധത്തിലുള്ള ഈ വീഡിയോ കോൺഫറൻസ് സൊല്യൂഷൻ പോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നടത്തുകയാണ്. പക്ഷെ അതിനപ്പുറത്ത് ഇതൊരു മത്സരമായപ്പോൾ, ഇപ്പം കോവിഡ് പോലത്തെ ഒരു പാൻഡമിക് ഘട്ടത്തിൽ ഒരു മത്സരമായപ്പോൾ വലിയ തോതിൽ അച്ചീവ് ചെയ്തു. ഈ ഒരു നേട്ടത്തിന് ശേഷം ലഭിക്കുന്ന ഫീഡ്ബാക്ക് അല്ലെങ്കിൽ കമ്പനി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ആ കമ്പനിയുടെ ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ അതേത് രീതിയിലാണ് അതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് മാറ്റിയെടുത്തത്? ഇനി അത് കമ്പനി എന്നുള്ള നിലയിലുള്ള പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഇന്നോവേഷൻ ചലഞ്ച് നമുക്ക് തന്ന ഏറ്റവും വലിയ ഗുണം, ടെക്ജൻഷ്യ ചിലപ്പോൾ ഞങ്ങളുടെ അവിടെ ഇപ്പോൾ ഇൻഫോ പാർക്കിൽ 10-22 കമ്പനികളുണ്ട്. ചെറിയ കമ്പനികളാണ് എല്ലാവരും. പരസ്പരം അവരാരും എന്താണ് പരസ്പരം ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. അതുപോലെ തന്നെയാണ് നമ്മളെ അധികാരം അറിയില്ലായിരുന്നു. ചിലപ്പോൾ എൻ്റെ നാട്ടിൽ 5-6 പേർക്കൊക്കെ അറിയാം ഞാൻ ചിലപ്പോൾ വീഡിയോ കോൺഫറൻസിങ്ങാണ് ചെയ്യുന്നതെന്ന്. അതിനപ്പുറം നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്, കഴിഞ്ഞ 10 വർഷമായിട്ട് എന്തിലാണ് റിസർച്ച് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് നമ്മളൊരു നല്ലൊരു ടെക്നോളജി കമ്പനി എന്നുള്ള, ഞാൻ ബിസിനസ് പരമായിട്ട് എത്ര അതിന് ഗുണമുണ്ടാവും എന്നുള്ളത് മാറ്റി നിർത്തിയാൽ, വലിയൊരു ടെക്നോളജി പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ള നല്ലൊരു ടെക്നോളജി കമ്പനി, കോംപ്ലക്സ് ടെക്നോളജീസ് ചെയ്യാൻ കഴിവുള്ളൊരു കമ്പനി എന്നുള്ള നിലയിലുള്ള പേര് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓറിയൻറ്റേഷൻ റിസർച്ചാണ്. അപ്പോൾ ആ റിസർച്ചിൽ ഞങ്ങൾക്ക് കുറേ കൂടെ ഫോക്കസ് ചെയ്യാനുള്ള ധൈര്യം തരും. പണ്ടത്തെ റിസർച്ച് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന റവന്യൂവിൽ നിന്ന് കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടാണ്. അത് മാറ്റിവെച്ച് ചെയ്ത റിസർച്ചിന് 10 വർഷം കൊണ്ട് ഗുണമുണ്ടായി. അതുകൊണ്ട് പെട്ടെന്ന് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികൾ ഈ നേട്ടം അവരുടെ സ്വന്തം നേട്ടം എന്നുള്ള രീതിയിലാണ് ആഘോഷിക്കുന്നത്. ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു സമ്മാനം കിട്ടും, നല്ലതായിരിക്കും, 1 കോടി രൂപയും കിട്ടും. പിന്നെ ഇന്ത്യ ഗവൺമെൻറ് കാര്യം, ഇന്ത്യയിൽ ഇതുകൊണ്ട് വീഡിയോ കോൺഫറൻസിങ് സെല്ല് ചെയ്തിട്ട് എന്തെങ്കിലും പൈസ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം നമ്മുടെ റവന്യൂ ഈസ് ഫ്രം ഔട്ട്സൈഡ്. പലപ്പോഴും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ടെൻഡറുകൾക്കൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടേറിയ പ്രോസസ്സായതുകൊണ്ട് ഒന്നാമത്തെ ഞാൻ അങ്ങനത്തെ ഒരു ടെക്നോളജി മാനാണ്, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യാൻ അറിയാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള സമയമോ കാലമോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പരിപാടികൾ ഉപേക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ ഇത് വിൽക്കാന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ചലഞ്ച് വന്നപ്പോൾ നമ്മുടെ കേപ്പബിലിറ്റി പുറത്ത് കാണിക്കാനുള്ള ഒരു അവസരമായി കിട്ടിയെന്നുള്ളത് സത്യമാണ്. ചിലപ്പോൾ ഇതുപോലത്തെ ചലഞ്ചസും ഇതുപോലത്തെ അവസരങ്ങളും ഈ നമ്മുടെ പോലത്തെ ചെറിയ കമ്പനികൾക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളിനി കാണാൻ പോകുന്നത് ചിലപ്പോൾ അത്ഭുതങ്ങളായിരിക്കും ഇന്ത്യയിൽ. എനിക്ക് വേറൊരു സംഗതി, ഇപ്പോൾ നമ്മുടെ ഈ IT സ്റ്റാർട്ടപ്പുകളുടെയൊക്കെ സ്വഭാവത്തിൽ അതിൻ്റെ ഒരു വളർച്ച ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഏതെങ്കിലും കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള എന്തെങ്കിലും അച്ചീവ്മെൻറ്റിലാണ് പലപ്പോഴും മനസ്സിലാക്കുക. നേരെ തിരിച്ച് മറ്റേതെങ്കിലും ബിസിനസ്സിലാണെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് വിസിബിളാണ് പബ്ലിക്കിന്, അല്ലെങ്കിൽ ഇദ്ദേഹം വലിയ നേട്ടം ഉണ്ടാക്കുന്നു എന്നൊക്കെ പബ്ലിക്കിന് വിസിബിളാണ്. അത് വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് ചെയിൻ ആണെങ്കിലും ഇതൊക്കെ കുറേ കൂടി വിസിബിളാണ്. ഇപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ തൊട്ടടുത്തുള്ള വീട്ടുകാർക്ക് പോലും എന്താണ് ഇവരുടെ കമ്പനി ചെയ്യുന്നത് എന്നുള്ളത് ഒരുപക്ഷെ അറിയാവുന്നത്. ജോലിയുണ്ട്, IT ഫേം ഉണ്ട്, അത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ അതിൻ്റെ ബാക്കിയുള്ള ഗ്രോത്തുകളൊന്നും അറിയില്ലല്ലോ. ഇപ്പോൾ ഈ ഒരു 10 വർഷത്തെ ഒരുപക്ഷെ ഈ ഒരു ചാലഞ്ച് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഒരു ഇന്നോവേഷൻസ് മൊത്തം ഈ വീഡിയോ കോൺഫറൻസിംഗ് റിലേറ്റഡ് ആയിട്ടും ഇത്തരം ഇതായിരുന്നില്ലേ? ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു, ഇതിൻ്റെ ഇന്നോവേഷൻ പ്രോസസ്സ്? ഞാൻ പറയാം, ഞാൻ 2000 ആദ്യത്തെ ജോലി എനിക്ക് കിട്ടിയത് കൊച്ചിയിലൊരു അവനീർ എന്ന് പറയുന്ന കമ്പനിയാണ്. ഞാൻ ഭാഗ്യവാനാണെന്ന് ഞാൻ പറയും. കാരണം ഞാൻ സ്ട്രഗിളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ വെച്ച്. പക്ഷേ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എല്ലാവരും സർവീസിൽ ഫോക്കസ് ചെയ്തിരുന്ന സ്ഥാനത്ത്, അത് അമേരിക്കയിലുള്ള കമ്പനികളുടെ സോഫ്റ്റ്വെയർ സർവീസ് ചെയ്ത് അതിൻ്റെ കാശുണ്ടാക്കുന്ന സമയത്ത് കേരളത്തിലൊരു മലയാളി, അമേരിക്കൻ മലയാളിയാണ് അദ്ദേഹം, പ്രോഡക്റ്റുകൾ ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി കൊച്ചിയിൽ സ്ഥാപിക്കുന്നു. 2000-ലാണത്. ആ കമ്പനിയിലാണ് എനിക്ക് ഭാഗ്യവശാൽ ജോലി കിട്ടിയത്, ആദ്യത്തെ ജോലി. ആ ജോലിയും ഇതേപോലെ ഓഡിയോ കോൺഫറൻസ് ചെയ്യുന്ന, വോയിസ്, പിന്നെ ഞങ്ങൾ പറയും ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിന് മേലെ വോയിസ് ചെയ്യുന്ന ഒരു കമ്പനി. അന്ന് അതില്ല, ആ ടെക്നോളജി ഇല്ല. പിന്നെ അന്നത്തെ കാലത്ത് അവർ ജാവയിൽ ബ്ലൂടൂത്ത് സ്റ്റാക്ക് ഡെവലപ്പ് ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് എന്നുള്ളത് നാട്ടിലൊന്നും കേട്ടിട്ടേ ഇല്ല. ബ്ലൂടൂത്ത്, അതെ, അന്ന് എങ്ങനെയാണ് ബ്ലൂടൂത്ത് നമുക്ക് പ്രാപ്യമാകുക എന്ന് അറിയാത്ത കാലം. ആ സമയത്ത് ആദ്യമായിട്ട്, അതായത് ചിപ്പൊക്കെ വരുന്ന, ചിപ്പിൻ്റെയൊക്കെ ഗവേഷണം നടക്കുന്ന സമയത്ത്, ബ്ലൂടൂത്ത് ചിപ്പുകളുടെ ഗവേഷണം നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഗവേഷണം ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് എനിക്ക് ഭാഗ്യവശാൽ ജോലി കിട്ടിയത്. കേരളത്തിലൊരു അന്നത്തെ കാലത്ത് IT പഠിക്കുന്ന, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നവരുടെയൊക്കെ ഒരു ഡ്രീം കമ്പനിയായിരുന്നു അവനീർ, സത്യം പറഞ്ഞു. അതാ ഈ എല്ലാവരോടും ചോദിച്ചാൽ അറിയാം.
അപ്പോൾ ആ ജോലിയിൽ നിന്ന് കിട്ടിയ ആർജിച്ച ഒരു അറിവുണ്ട്, ഈ വീഡിയോ കോൺഫറൻസിങ്ങും ഓഡിയോ കോൺഫറൻസിങ്ങും ഒക്കെ വെച്ചുകൊണ്ട് ആർജിച്ച ഒരു അറിവുണ്ട്. അതെനിക്ക് ഞാൻ 2006 അവിടെ നിന്ന് പുറത്തിറങ്ങി. അതിനുശേഷം 2009 എൻ്റെ സുഹൃത്ത് ടോണി തോമസുമായിട്ട് ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങുമ്പോൾ ഈ കമ്പനിയുടെ തന്നെ, അതായത് ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന അമേരിക്കൻ കമ്പനിയുടെ ഇവിടുത്തെ കമ്പനിയുടെ കൗണ്ടർ പാർട്ട് അമേരിക്കയിലുണ്ട്. ഇവിടുത്തെ ഓപ്പറേഷൻസ് നിർത്തിയിരുന്നു 2006 ആയപ്പോൾ. പക്ഷേ ആ കമ്പനിയുടെ ജോബ് എന്നെ തേടി വന്നു. അവർക്ക് വേണ്ടി റിസർച്ച് ചെയ്യാനുള്ള ഓർഡർ കിട്ടി. അതാണ് വീണ്ടും ഞാൻ വീഡിയോ കോൺഫറൻസിങ്ങിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം. പിന്നെ ഈ 2009 തൊട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നുമല്ല. കാര്യം ഈ 10 വർഷത്തിന് ശേഷമാണല്ലോ എന്നെ അറിയുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കമ്പനി നിർത്തി വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ ടീം എൻ്റെ കൂടെ നിന്നു. അത് ഞാൻ പിന്നാലെ എനിക്കൊന്നും പറയാം. പക്ഷേ ഈ 2009 ശേഷം 2014-15 ആകുമ്പോഴത്തേനും നമ്മളുടെ ഫുട് പ്രിൻറ്റ്സ് ഉണ്ടായി ഇൻ്റർനെറ്റിൽ. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ സാധാരണ ഉണ്ടാകുന്ന പോലെ കഥ എഴുതിയോ ഒന്നുമല്ല. റിസർച്ച് നടക്കുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡൊമൈൻസ് ഉണ്ട്. ആ ഡൊമൈൻസിൽ ചില മാറ്റങ്ങൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതും അതിപ്പോൾ ഓപ്പൺ സോഴ്സിലാണ്. ചില മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു, ചില ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരുന്നു, അത് വർക്കൗട്ട് ചെയ്യുന്നു. ഇതിങ്ങനെ ഞങ്ങളുടെ കമ്പനിയുടെ ഫുട് പ്രിൻ്റ് സിഗ്നേച്ചർ വരുന്നുണ്ട്. ആ സിഗ്നേച്ചറുകൾ കണ്ടിട്ട് വീഡിയോ കോൺഫറൻസിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള, ഇതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ താല്പര്യമുള്ള 1-2 പേര് കൂടെ നമ്മളെ സമീപിച്ചു. അതെ അവർ ഇപ്പോൾ വേറെ പല കമ്പനികളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അവർ വീഡിയോ കോൺഫറൻസിങ് സർവീസ് പ്രൊവൈഡേഴ്സ് ആയിരുന്നു. നമ്മൾ ചെയ്താൽ കുറച്ചുകൂടെ ചിലവ് കുറയുമെന്നൊക്കെ മനസ്സിലായപ്പോൾ ദേ അപ്രോച്ച്ഡ് അസ്. അതിൽ ഒരെണ്ണമായിരുന്നു ഈസി മീറ്റിംഗ്, നോർവേയിലുള്ളൊരു കമ്പനി. ദേ ആർ എ വെരി ബിഗ് ക്ലയൻറ്റ് ഫോർ അസ് റൈറ്റ് നൗ. നല്ല റോയൽറ്റി തരുന്ന ഒരു കമ്പനിയാണ്. ആ റോയൽറ്റി ഫീസാണ് നമ്മളുടെ റവന്യൂ മോഡൽ ഇതുവരെ ഉണ്ടായിരുന്നത്. ഞങ്ങളിതുവരെ ഒരു പ്രോഡക്റ്റിനെ പറ്റി ചിന്തിച്ചിരുന്നില്ല. കാരണം നമ്മൾ പ്രോഡക്റ്റ് ചെയ്താൽ ഉണ്ടാകാവുന്ന ആഘാതവും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റും ഒക്കെ നോക്കുമ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല സത്യത്തിൽ. ഞങ്ങൾ പക്ഷേ B2B ഇതുപോലുള്ള B2B ബിസിനസ് ആലോചിച്ചിരുന്നു. ആർക്കൊക്കെ വീഡിയോ കോൺഫറൻസിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടോ അവർക്കൊക്കെ ഞങ്ങളെ സമീപിക്കാം. അവർ ടെക്നോളജിയെ പറ്റി ചിന്തിക്കേണ്ട, ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള മോഡലായിരുന്നു നമ്മൾ ഇത്രയും കാലം ആലോചിച്ചിരുന്നു. അപ്പോഴാണ് ഇന്നൊവേഷൻ ചലഞ്ച് വരുന്നതും ഒരു പ്രോഡക്റ്റ് ഇന്ത്യക്ക് വേണ്ടി ചെയ്യേണ്ടി വരുന്നത്. നിർബന്ധിതരായതാണ് അത്. പക്ഷേ വർക്കൗട്ടായി എന്നുള്ളതാണ്. പക്ഷേ അതിൽ നമ്മളുടെ ക്വാളിറ്റി, നമ്മുടെ ഇത്രയും നാളത്തെ റിസർച്ചിൻ്റെ ക്വാളിറ്റി അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതാണ് സത്യം. എനിക്കൊന്ന് ഈ ചാലഞ്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് അല്ലേ പലരുടെയും സജഷൻ എന്നാണ് അയച്ചതെന്ന് പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നല്ലോ. അതായത് ഒരു അറൗണ്ട് 2000 കമ്പനി വരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഓരോ ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള പ്രോസസ്സ് ഉണ്ടായിരുന്നല്ലോ. ആ പ്രോസസ്സിനെ ചുരുക്കി എങ്ങനെയാണ് പറയാം. ചാലഞ്ച് വരുമ്പോൾ ഞാൻ ഇത്ര 2000 കമ്പനികൾ ഇതിനകത്തുണ്ടാവുമെന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല സത്യത്തിൽ. കുറേ കമ്പനികൾ ചിലപ്പോൾ ഉണ്ടായേക്കാം, സ്റ്റാർട്ടപ്പുകൾ ഒരു അവസരമായി കണ്ടേക്കാം, പുതിയ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ. സത്യം പറഞ്ഞ് ഞാനിത് അറിയുന്നതിന് മുമ്പേ എന്നെ ഒരു കോളേജിലെ അധ്യാപകൻ വിളിച്ചു. എങ്ങനെയോ ഞങ്ങൾ വീഡിയോ കോൺഫറൻസിങ് ആണ് ചെയ്യുന്നതെന്ന്. ഒന്നുകിൽ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ ഓഫീസിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റിന് വന്നിട്ടുള്ള ഏതെങ്കിലും കോളേജ് ആയിരിക്കാം. അയാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയൊരു മത്സരം നടക്കുന്നുണ്ട്, ഞങ്ങളുടെ പിള്ളേർക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ട് ഒരു ഗ്രൂപ്പായിട്ട്, സാറൊന്ന് അവരെ ഉപദേശിക്കണം. ഞാൻ പങ്കെടുക്കണമെന്ന് പറയാനല്ല, ഞാൻ പങ്കെടുക്കുമെന്ന് പുള്ളിക്ക് അറിയില്ല. പിന്നെയാണ് എൻ്റെ കൂട്ടുകാരൊന്ന് 2 പേര്, അത് കോളേജിൽ കൂടെ പഠിച്ചിരുന്നവർ, ഇത് ചെയ്യുന്നത് ഇതാണ് ചെയ്യുന്നതെന്ന് അറിയാവുന്നവർ അങ്ങനെ വിളിച്ചത്. ഞാൻ പക്ഷേ ഇത്രയും വലിയ മത്സരം നടക്കുമെന്നോ ഇത്രയും വലിയ ആൾക്കാരുണ്ടാവും, എന്തായാലും ഒരു പ്രപ്പോസൽ അയക്കാൻ തീരുമാനിച്ചു. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടിരുന്ന പ്രപ്പോസൽ എഴുതി. കാര്യം ടെക്നോളജിയാണ് എഴുതി വെച്ചത്. ഒരു വലിയൊരു ഡോക്യുമെൻ്റ് ആയിരുന്നു അത്. അറൗണ്ട് 300 പേജസ് ഉള്ളൊരു ഡോക്യുമെൻ്റാണ്. അത് ഞാൻ അയച്ചു കൊടുത്തു. ആ പ്രപ്പോസലൊക്കെ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളുടെ ഒരു സർവീസ് ഉപയോഗിക്കുന്ന ഒരു ക്ലയൻ്റ് ഉണ്ട്, വീഡിയോ കോൺഫറൻസ്, വളരെ ചെറിയൊരു ക്ലയൻ്റാണ് ബോംബെയിൽ. പുള്ളിക്ക് ഈ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു, ആരോ ആയിട്ട് കണക്ഷൻ ഉണ്ട്. അയാൾ ചോദിച്ചിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ജോയ് ഈ 2000 കമ്പനികളുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ ആകെ പ്രശ്നമായി. കാരണം 2000 കമ്പനികൾ ഇൻറ്റു 300 ആണ് ഞാൻ ആലോചിച്ചത്. അത്രയും വലിയ പ്രപ്പോസൽ വായിച്ചെടുക്കണ്ടേ ഇത്. അപ്പോൾ അവർ നമ്മളെ പരിഗണിക്കാനേ സാധ്യത, അതെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അതുമല്ല അവർ പറഞ്ഞ ഡേറ്റിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് അറിയിപ്പൊന്നും വന്നില്ല. പക്ഷേ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസം എനിക്കൊരു അറിയിപ്പ് കിട്ടി. 30 പേരിൽ ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 10 പേരാണ് അവർ മുന്നോട്ട് പോവുക. പക്ഷേ നിങ്ങൾ 30 പേരും പ്രസൻറ്റേഷന് ഹാജരാവുക എന്ന് പറഞ്ഞിട്ട് പ്രസൻറ്റ് ചെയ്തു. നമ്മുടെ പ്രോഡക്റ്റും നമ്മുടെ ഐഡിയയും ഒക്കെ പ്രസൻറ്റ് ചെയ്തു. അവർക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെ അടുത്ത 12 പേര്, 10 പേരെ സെലക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവർ 12 പേരെ സെലക്ട് ചെയ്തു. അത് ചിലപ്പോൾ എണ്ണം ബാഹുല്യമൊക്കെ കൊണ്ടായിരിക്കാം. 12 പേരെ സെലക്ട് ചെയ്ത് അവർക്ക് 5 ലക്ഷം രൂപ വെച്ച് കൊടുത്താണ് പ്രോട്ടോടൈപ്പ് ചെയ്യിച്ചത്. പ്രോട്ടോടൈപ്പിൻ്റെ ഇവാലുവേഷൻ നടന്നത് നമ്മുടെ പ്രോട്ടോടൈപ്പിൽ തന്നെയാണ്. ജൂറി പ്രോട്ടോടൈപ്പിനകത്ത് മീറ്റിങ്ങിൽ കയറി നമ്മളുമായി സംസാരിച്ചു. നമ്മളുടെ ടൂൾ ഉപയോഗിച്ച് സ്ക്രീൻ ഷെയർ ചെയ്ത്
നമ്മളുടെ പ്രസൻറ്റേഷൻ നടത്തി അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിന്റെ ആ trial version അതെ അതെ ഉപയോഗിക്കുകയാണല്ലോ. അതെ 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 അങ്ങനെയാണ് നടത്തിയത്. ആദ്യത്തെ മീറ്റിംഗ് ഒക്കെ സൂമിലൊക്കെ ആയിരുന്നു. പക്ഷേ രണ്ടാമത്തെ പ്രോട്ടോടൈപ്പ് ഇവാലുവേഷൻ തൊട്ട് നമ്മുടെ ടൂളായി. അതിൽ നിന്ന് അവർ 3 പേരെ സെലക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ കോമ്പറ്റീഷൻ ടഫായതുകൊണ്ട് 5 കമ്പനികളെ സെലക്ട് ചെയ്തു. പക്ഷേ അപ്പം തന്നെ ആ 3 പേർക്ക് അവരൊരു ഡിഫറൻഷിയേഷൻ കൊടുത്തിരുന്നു. ആദ്യത്തെ 3 പേർക്ക് 20 ലക്ഷം കൊടുത്തു, 2 പേർക്ക് 15 ലക്ഷം രൂപ വെച്ചാണ് കൊടുത്തു. അത് കഴിഞ്ഞ് 1 മാസം കിട്ടി നമുക്ക് ചെയ്യാൻ, പ്രോഡക്റ്റ് ചെയ്യാൻ. നമ്മളിപ്പോൾ കുറേ കൂടെ ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നു. ഒരു ഓർഗനൈസേഷന് വേണ്ട ഫീച്ചേഴ്സ് നമ്മൾ കൊണ്ടുവന്നു. പിന്നെ മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ട് കൊണ്ടുവന്നു. നല്ല സെക്യൂരിറ്റി മലയാളം ഉൾപ്പെടെ ഉണ്ട്. 8 ലാംഗ്വേജസ്, ഇംഗ്ലീഷ് കൂടാതെ ഇന്ത്യൻ ലാംഗ്വേജസ് 8 ഉണ്ട്. അതിൽ മലയാളം, തെലുങ്ക്, തമിഴൊക്കെ ഉണ്ട്. ഇതുമൊക്കെ ചെയ്തു. അടുത്ത ഘട്ടത്തിലേക്ക് പോയി. ഓഗസ്റ്റ് 2-നായിരുന്നു അവസാനത്തെ സബ്മിഷൻ ഡേറ്റ്. 10-ാം തീയതി അവർ ഇവാലുവേഷൻ വന്നു, ജൂറി ഇവാലുവേഷൻ. അതിനു മുമ്പ് നമ്മൾ ഒരു സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തണമായിരുന്നു, ഫങ്ഷണാലിറ്റി ഓഡിറ്റ്. അവരൊരു സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് പറഞ്ഞിരുന്നു പ്രോഡക്റ്റിൽ ഉണ്ടാവേണ്ടത്. അതെല്ലാം ഉണ്ടോ എന്നുള്ളത് തേർഡ് പാർട്ടി കമ്പനി, അത് ഗവൺമെൻറ് എംപാനൽഡ് കമ്പനി പരിശോധിച്ച് ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണമായിരുന്നു. അതെല്ലാം കൊടുത്തു. ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തി, അതായത് സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തി. എല്ലാത്തിൻ്റെയും സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷമാണ് നമ്മളെ സെലക്ട് ചെയ്തത്. അതും ഇവാലുവേഷൻ വളരെ ടഫായിരുന്നു. എനിക്കറിയാം 15 ജൂറി, മെയ്റ്റിയുടെ അതായത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ 5 ഒബ്സർവർമാർ, ഇങ്ങനെ ഒരു ടീമാണ് നമ്മുടെ പ്രോഡക്റ്റിനെ അവസാന ഘട്ടത്തിൽ ഇവാലുവേറ്റ് ചെയ്തത്. അതിനുശേഷം അവർ ഓരോ ദിവസവും നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്ത്, അതായത് ഇവരാരും അല്ലാത്ത ആൾക്കാർക്ക്, പ്രധാനപ്പെട്ട എമിനൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന് യൂസ് ചെയ്യാൻ കൊടുത്തു. അങ്ങനെ ഒരു 10 ദിവസം ഫീഡ്ബാക്ക് ഒക്കെ എടുത്തതിന് ശേഷമാണ് അവസാനത്തെ വിന്നറെ അനൗൺസ് ചെയ്തത്. വളരെ സന്തോഷമുണ്ട് അത് കേട്ടപ്പോൾ. ഇതൊരു വലിയ പ്രോസസ്സാണ്. പിന്നെ നമുക്കറിയാം ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ നേരത്തെ പോലെയല്ല, ഇത് ഓൾമോസ്റ്റ് എല്ലാം വർക്ക് ഫ്രം ഹോമാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കോൺഫറൻസിങ് ആപ്പ് എല്ലാവരും ഉപയോഗിക്കുന്ന രീതിയിൽ, പലതരത്തിൽ ഉപയോഗിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് റൂം അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളിലേക്ക് മാറുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കുമ്പം ഇതിനോടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും എന്നൊരു കോൺഫിഡൻസ് പാരലലി ഉണ്ടാവുമല്ലോ. അതെ, അത് നേരത്തെ പറഞ്ഞു. ഈ പറയുന്ന ഒരു ഏരിയയിലാണ്. അതെ അതെ, വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്കറിയാം ഇന്ത്യയിൽ ഇതിൽ നമുക്ക് ഇന്റർനെറ്റിലെ സിഗ്നേച്ചേഴ്സ് അറിയാം, ആരാണ് ഇതിനകത്ത് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അതിലൊക്കെ ഇടപെട്ടാലേ അതിലൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ എന്ന് അർത്ഥമുള്ളൂ. അപ്പം നമ്മളത് കാണുന്നത് കൊണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ അധികം പേര് ഞങ്ങൾ ചെയ്യുന്ന ടൈപ്പ് റിസർച്ച് ആരും ചെയ്തിട്ടില്ല. പിന്നെ അതിനൊരു ഗുണമുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാര്യം നോർവേയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് വളരെ നല്ലതാണ്, US നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് നല്ലത്, നിങ്ങളുടെ ക്വാളിറ്റി പ്രോഡക്റ്റാണ്. അപ്പോൾ ആ ഫീഡ്ബാക്കൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഇൻ്റർനാഷണൽ പ്രോഡക്റ്റിൻ്റെ ഒരു സപ്പോർട്ട്, ഞങ്ങൾ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഫീഡ്ബാക്ക്സ് നമ്മുടെ കയ്യിലുണ്ട്. അതെ അതെ അതെ, പ്രത്യേകിച്ചും നമുക്കുള്ള പേടി ഇതായിരുന്നു. അവിടെയൊക്കെ വേണ്ടത് ഹൈ ഡെഫിനിഷൻ വീഡിയോ കോൺഫറൻസിങ് ആണ്. ഇവിടെ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യിക്കുമെന്നുള്ളൊരു പേടി നമുക്കുണ്ടായിരുന്നു ക്വാളിറ്റി വൈസ്. കാര്യം ഇന്ത്യ ഒരു ഡൈവേഴ്സിഫൈഡ് ക്വാളിറ്റി ഓഫ് ബാൻഡ് വിഡ്ത്തിൽ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പലരും പല സ്ഥലത്ത് നിന്ന് കയറുമ്പോൾ എങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെയുള്ള പേടിയാണ്. അതുകൊണ്ട് കുറച്ച് ഫൈൻ ട്യൂണിങ് ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഈ പ്രോഡക്റ്റിൽ. അത് മാത്രമല്ല ഞങ്ങളൊരു പുതിയ പ്രോഡക്റ്റ് തന്നെ ഈ 4 മാസം കൊണ്ട് ഞങ്ങളുടെ പഴയ റിസർച്ചൊക്കെ വെച്ചുകൊണ്ട് തന്നെ പുതിയൊരു പ്രോഡക്റ്റ് തന്നെ കംപ്ലീറ്റ് ഫ്രം ദ സ്ക്രാച്ച് എഴുതിയുണ്ട്. അതാണ് വേറൊരു പ്രത്യേകത. അതെ അതെ അതെ, മുമ്പത്തെ ഒരു പ്രോഡക്റ്റിന്റെ സ്ട്രക്ചറൊക്കെ മാറ്റി കുറെ കൂടെ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ ചേർത്ത് നല്ലൊരു പുതിയ പ്ലാറ്റ്ഫോം ചെയ്തു. അതെ, ഇന്ത്യൻ യൂസേഴ്സിനെ കോൺസെപ്റ്റ്. എന്നിട്ടും ഞങ്ങൾ ക്വാളിറ്റിയിൽ അധികം കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈ ബാൻഡ് വിഡ്ത്ത് ആൾക്കാരും ഉണ്ട്, പ്രത്യേകിച്ചും ഗവൺമെൻറ് ഓഫീസുകൾ നല്ല ബാൻഡ് വിഡ്ത്ത് അത്യാവശ്യം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ അധികം ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തില്ല. HD എന്നുള്ളതിൻ്റെ താഴത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, വീഡിയോയുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്നുണ്ട്. 526p HD തൊട്ട് താഴത്തെ ആ ഒരു ക്വാളിറ്റിയിലാണ് ഇന്ത്യക്ക് വേണ്ടി ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ഇതിൽ തന്നെ കണക്റ്റഡ് ചോദിക്കാൻ നമുക്കറിയാം ഇതിൻ്റെ ഒരു പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ വന്നത്, ഇപ്പം നേരത്തെ തന്നെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഈ വീഡിയോ കോൺഫറൻസിങ്ങിനൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ചൈനീസ് ആപ്പിൻ്റെയൊക്കെ നിരോധനം വരുന്ന സമയത്ത് പറഞ്ഞത് സൂമിൻ്റെ ഒരു സെക്യൂരിറ്റി ഫീച്ചേഴ്സുള്ള പ്രശ്നങ്ങളായിരുന്നു, ഈ സുരക്ഷാ വീഴ്ചകളുള്ളതാണ്. ഇപ്പം സൂം ഇപ്പം ഇതിൻ്റെ വാർത്ത വന്നപ്പോഴും ഈ വി കൺസോളിനെ പറയുന്നത് ഇന്ത്യാസ് ഓൾട്ടർനേറ്റീവ് ഫോർ സൂം എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ ഈ സൂമിൻ്റെ സുരക്ഷാ പിഴവുകൾ എന്ന് പറയുന്നതിന് മറികടക്കാവുന്ന ഫീച്ചേഴ്സ് ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് സൂം അതിനെ മാനേജ് ചെയ്യാത്തതെന്നുള്ള എനിക്കറിയാം. അവർക്കറിയാം അവരുടെ കാര്യത്തിൽ ഒരു ലിങ്ക് കിട്ടിയാൽ ക്ലിക്ക് ചെയ്ത് കയറാം, എല്ലാവർക്കും കയറാം. ആരാണ് കയറുന്നതെന്നൊന്നും വേറെ വാലിഡേഷൻ പ്രോസസ് ഒന്നും നടത്തുന്നില്ല സൂം. എന്തുകൊണ്ടാണ് അത്? നിങ്ങളിവിടെ ചിന്തിക്കേണ്ട കാര്യം അത് യൂസബിലിറ്റിയെ കാര്യമായി മോശമായി ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്. വി ഹാവ് ടു എവരി വൺ വോണ്ട് എ വൺ ക്ലിക്ക് വീഡിയോ. അതുകൊണ്ടാണ് അവർ ആ സുരക്ഷ, പക്ഷേ സുരക്ഷ വേണ്ടയിടത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അതെ അതെ, പ്രീമിയം വെർഷനിൽ സുരക്ഷ അവർ
അതേപോലെ തന്നെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ സുരക്ഷ വേണ്ടാന്ന് വെച്ചിട്ടല്ല. ഇത് പബ്ലിക്കിന് കൊടുക്കുമ്പോൾ പബ്ലിക് യൂസബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് അതെ ഹൈ വോളിയം. അതുകൊണ്ട് അവർ വിചാരിക്കുന്നത് സർക്കാർ പോലുള്ള സംവിധാനങ്ങളിൽ ചിലപ്പോൾ സുരക്ഷ വേണമെങ്കിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തോട്ടെ എന്നുള്ളൊരു മോഡൽ. അത് നമ്മുടെ ഇതിനകത്തും 1 ക്ലിക്ക് ഉണ്ട്. പക്ഷേ ഞങ്ങളൊരു പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഫസ്റ്റിലെ തന്നെ എല്ലാ മീറ്റിങ്ങിനും ഒരു പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് നമുക്ക് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ തന്നെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അതിനകത്തൊരു പാസ്വേഡ് ഉണ്ടാവും. വേണമെങ്കിൽ ഇൻഡിവിജ്വലി അതിനകത്ത് നമ്മൾ ഇൻവൈറ്റീസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇൻഡിവിജ്വലി വേണമെങ്കിൽ ഓരോരുത്തർക്കും അവരവർക്കായിട്ട് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം പോസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ ജോയ് ഇൻവൈറ്റി ആണെങ്കിൽ ജോയ് വിൽ ഹാവ് പാസ്വേഡ്. അപ്പോൾ ജോയ് തന്നെയാണ് കയറിയത് എന്ന് ഉറപ്പ് വരുത്താം ഒരു രീതി. പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നതാണ്. അത് നമ്മളുടെ OTP ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ. അതൊക്കെ വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മീറ്റിങ്ങിൽ കയറാൻ ക്ലിക്ക് ചെയ്തിട്ട് നോക്കിയിരിക്കണം എൻ്റെ മൊബൈലിൽ OTP വന്നോ, ആ OTP കൊടുത്തിട്ട് കയറണം. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞു യൂസബിലിറ്റി പോയിന്റിൽ ദേ ആർ ഗോയിങ് ടു അഫക്ട്. ഒറ്റ ക്ലിക്കിൽ ചെല്ലാം. അപ്പം പക്ഷേ ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത് ദേ നീഡ് ദാറ്റ് കൈൻഡ് ഓഫ് സെക്യൂരിറ്റി. അവർ ഉറപ്പ് വരുത്തുന്നു ഈ മൊബൈൽ നമ്പറുള്ള ആൾ തന്നെയാണ് ഇതിനകത്ത് കയറണം എന്നുള്ള. അപ്പോൾ അതുമൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ OTP ബേസ്ഡ് ഒതൻറ്റിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ്റർനെറ്റിൽ സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി മോഡൽസ് ഉണ്ട്, അതെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഓഡിറ്റേഴ്സ് സർട്ടിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനിയും വേണമെങ്കിൽ അടുത്ത ലെവൽ സെക്യൂരിറ്റിയിലേക്കും പോവാം. അതൊക്കെ വരുന്നത് വീണ്ടും വീണ്ടും യൂസറെ കുഴപ്പത്തിലേക്കാകും. ഇപ്പോൾ മൊബൈൽ നമ്പറും ഇമെയിലും നമുക്ക് OTP ആക്കാം. അപ്പോൾ ഇമെയിലിൽ വരുന്ന OTP കൊടുക്കണം, അത് കഴിഞ്ഞ് മൊബൈൽ നമ്പറിൽ വരുന്ന OTP കൊടുക്കണം. അങ്ങനെ വേണമെങ്കിൽ ഒരു കുഴപ്പക്കാരൻ സെക്യൂരിറ്റി മോഡൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഗവൺമെൻറ് അത് വേണമായിരുന്നു. പക്ഷെ പബ്ലിക്കിന് അത് എനിക്ക് തോന്നണില്ല അത്ര അട്രാക്റ്റീവ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ വർത്താനമൊക്കെ പറയുമെങ്കിലും ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ പറയോ 2 പ്രാവശ്യം ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഇതൊന്നും വേണ്ട, വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കയറിയാൽ മതി, അല്ലെ ഒരു ഇൻവൈറ്റ് കോളിൽ കയറുന്ന മോഡലായിരിക്കണം എന്നൊക്കെ പറയും. സെക്യൂരിറ്റി വേണം, വേണ്ട ഇടത്ത് അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിൽ സ്വകാര്യത മൗലികാവകാശമാണെന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു അത്ര കടുത്ത ഒരു ഡാറ്റ പ്രൈവസി ലോയുടെ അല്ലെങ്കിൽ അത്തരം സാധ്യതകളിലൊക്കെ ഇപ്പോഴും നമുക്ക് ദൂരത്ത് തന്നെ കിടക്കുകയാണല്ലോ. അപ്പം ഇപ്പം സ്വകാര്യതയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ഡാറ്റ പ്രൈവസി റിലേറ്റഡ് ആയിട്ടാണല്ലോ ആപ്പ് ആണെങ്കിലും മറ്റേതെങ്കിലും സംഗതിയിൽ വലിയൊരു വീഴ്ചകൾ കണ്ടെന്ന്. ഈവൻ FBയുടെ കാര്യത്തിലടക്കം വലിയൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഡിബേറ്റ് അടക്കം നടക്കുന്നത്. ഈ കാര്യത്തിലടക്കം എത്രത്തോളം ശ്രദ്ധ കരുതൽ? സ്വകാര്യത എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണോ നമ്മൾ ഈ ഡാറ്റ തുറന്ന് 2 സാധനമാണ് നമുക്കുള്ളത്. ഒന്ന് ആളുടെ പേര് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്ന ഒരു സെറ്റപ്പ്, കാര്യം ഷെഡ്യൂൾ ചെയ്യാൻ പോകുന്ന ഹോസ്റ്റുകളുടെ. രണ്ടാമത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴുള്ള ഡാറ്റ. 2 ഡാറ്റയാണ് ഞങ്ങൾ മനുഷ്യരുടെ കൈകാര്യം ചെയ്യുന്നത്. ഇത് രണ്ടിലും സെക്യൂരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ വാട്സപ്പിൽ കാണുന്ന പോലെ end to end എൻക്രിപ്ഷൻ ആണ് ഒരു സെക്യൂരിറ്റി മോഡൽ. നമ്മുടെ മോഡലിൽ end to end എൻക്രിപ്ഷൻ പോസിബിൾ അല്ല. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ എടുക്കുന്ന ഓരോ വീഡിയോയും കൊണ്ടുപോയി നമ്മൾ സെർവർ സൈഡിൽ പുതുതായിട്ട് ആ വീഡിയോ ഡീകോഡ് ചെയ്ത് പുതിയൊരു വീഡിയോ ഉണ്ടാക്കി തിരിച്ചു കൊടുക്കുന്ന മോഡലിലാണ് നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. പലരെയൊക്കെ എഴുതണ ഞാൻ കണ്ടിട്ടുണ്ട്. സൂമിന് end to end എൻക്രിപ്ഷൻ പോസിബിൾ അല്ല. അത് കാര്യം വീഡിയോ കോൺഫറൻസിങ് ഈസ് എ റിയൽ ടൈം കൈൻഡ് ഓഫ്. വേറെ ഒരു സോഫ്റ്റ്വെയറിൽ ഇല്ലാത്ത കുറേ കുഴപ്പങ്ങൾ വീഡിയോ കോൺഫറൻസിങ്ങിനുണ്ട്. വേറെ ഏത് സോഫ്റ്റ്വെയർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടാത്ത കുറേ കാര്യങ്ങൾ. ഇപ്പോൾ യൂട്യൂബിലൊരു പ്ലെയർ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടുകൊണ്ടിരുന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് കറങ്ങിയാലും നമ്മൾ സഹിക്കും. അത് നമുക്കറിയാം, നമ്മുടെ ഡാറ്റ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കറങ്ങുന്നത്. വീഡിയോ കോൺഫറൻസിങ്ങിൽ ആ സിറ്റുവേഷൻ വന്നാൽ ആലോചിച്ച് നോക്കുക. വി വിൽ ഗെറ്റ് അപ്സെറ്റ് ബിക്കോസ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന അപ്പുറത്തുനിന്ന് സംസാരിക്കുന്ന കുറച്ച് സാധനം പോയി എന്ന് നമുക്ക് മനസ്സിലായി. യൂട്യൂബിൽ അതില്ല. അപ്പം ഇതൊരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡൊമൈനാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധ വേണ്ടതാണ്. അതുകൊണ്ട് സം ഒപ്റ്റിമൈസേഷൻ ഷുഡ് ബി ഡൺ ഓൺ ദി സെർവർ ടു മാനേജ് ദിസ് ഹോൾ തിങ്. അപ്പോൾ എല്ലാവരും തന്നെ ഈ കിട്ടുന്ന ഓരോ സൈഡിൽ നിന്നും കിട്ടുന്ന വീഡിയോ ഒരു സോഫ്റ്റ്വെയർ വെച്ച് തുറക്കുന്നുണ്ട്, അതിനെ മാനേജ് ചെയ്യുന്നുണ്ട്, ആവശ്യമുള്ള രീതിയിൽ ചെറുതാക്കുകയോ വലുതാക്കുകയോ ഒക്കെ ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ബാൻഡ്വിഡ്ത്ത് ഇഷ്യൂസ് അടക്കമുള്ളത് കൈകാര്യം ചെയ്യാം. പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട്, എങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് ടംബ്ലർ വോയിസ് ഒക്കെ നമ്മൾ ഇടയ്ക്ക് കേൾക്കുന്നത്. അപ്പം വീഡിയോ കോൺഫറൻസിങ് ഞങ്ങളുടേതും അങ്ങനെ ഞാൻ ഒരു അവകാശം അത് ഉന്നയിച്ചിട്ടില്ല അവരോടും. അവർ end to end എൻക്രിപ്ഷൻ വേണമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ മോഡലിൽ end to end എൻക്രിപ്ഷൻ പോസിബിൾ അല്ല. പക്ഷേ നമുക്ക് വേണേൽ പറയാം എങ്ങനെയാണ്. നിങ്ങളുടെ പ്രിമിസിസിൽ സെർവർ കിടക്കുന്നു, നിങ്ങൾ സെർവർ മാനേജ് ചെയ്യുന്നു, നിങ്ങളുടെ ആൾക്കാർ മീറ്റിങ്ങിൽ കയറുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ അയക്കുന്ന വീഡിയോ നിങ്ങളുടെ സെർവറിൽ കിടക്കുന്ന സോഫ്റ്റ്വെയർ നോക്കുന്നു, പൊളിക്കുന്നു, വീണ്ടും ഒട്ടിക്കുന്നു, വീണ്ടും എൻകോഡ് ചെയ്ത് അയക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെടാൻ ഗവൺമെൻറ് ഒരു എൻക്രിപ്ഷൻ അല്ലെങ്കിൽ നല്ലൊരു സെക്യൂരിറ്റി ഉണ്ട്. പക്ഷേ പുറത്തെ ക്ലൗഡിലേക്ക് പോയാൽ
ദാറ്റ് ഡസൻറ്റ് മീൻ ഒരു എന്റർപ്രൈസ് മോഡലിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനൊക്കെ നേരിട്ട് മാത്രമല്ല ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർക്ക് മാത്രമേ അത് ഏത് വീഡിയോ കോൺഫറൻസിങ് സൊല്യൂഷൻ ആണെങ്കിൽ വേറെ ആൾ വന്ന് അവകാശപ്പെട്ടാലും ഞാൻ പറയും യു ആർ എന്താ പറയുക ലൈങ്. അതങ്ങനെ നടക്കൂ. കാര്യം അതിനുള്ള ടെക്നോളജി ഗ്രോത്ത് ഇതുവരെ എത്തിയിട്ടില്ല അല്ലാതെ ചെയ്യാനുള്ള. എൻ്റെ അറിവിലില്ല. ഇനി ആരെങ്കിലും പുതിയ റിസർച്ചൊക്കെ നടത്തി കൊണ്ടുവരണമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയും വീഡിയോ കോൺഫറൻസിങ്ങിൽ നമുക്ക് വീഡിയോ ഓഡിയോ ഡാറ്റ കൈകാര്യം ചെയ്യുന്നിടത്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇത് അപ്പുറം ഇപ്പുറം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നുള്ളത് ഇൻ ദ ട്രൂ സെൻസ് പോസിബിൾ അല്ല. മറ്റേത് നമുക്ക് എല്ലാ സെക്യൂരിറ്റിയും കൊടുക്കാൻ പറ്റും. ആരാണ് ജോയിൻ ചെയ്യുന്നത്, ആരൊക്കെയാണ് മീറ്റിങ്ങിൽ കയറുന്നത്, എത്ര നേരം ഇരുന്നു, അതൊക്കെയാണുള്ള സെക്യൂരിറ്റി ഡാറ്റയുടെ കാര്യം. പിന്നെ റെക്കോർഡ് ചെയ്യുന്ന ഡാറ്റ അതും അവരുടെ പ്രിമിസസിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഈസ് എന്താ പറയുക സെക്യൂർ എന്ന് പറയാം. നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ സ്റ്റോർ ചെയ്യില്ല, ക്ലയൻറ്റ് സൈഡിൽ സ്റ്റോറേജ് ഇല്ല. പിന്നെ നമുക്കറിയാലോ ഈ കമ്പ്യൂട്ടറൊക്കെ ആകുമ്പോൾ ആൾക്ക് ഇഷ്ടംപോലെ വഴികളുണ്ട്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം മീറ്റിംഗ് നടക്കുമ്പോൾ അപ്പുറത്തുനിന്നുള്ള നമ്മൾ കാണുന്നതാണ്. പിന്നെ വേണേ സ്ക്രീൻ റെക്കോർഡിംഗ് ഒന്നും അനുവദിക്കാതെ പലരും പല കണ്ടുപിടുത്തമൊക്കെ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം വെറുതെ മൊബൈൽ വെച്ച് അത് സ്ക്രീൻ ഷൂട്ട് ചെയ്താലും മതി. നോബഡി എൽസ് ക്യാൻ പ്രിവെൻറ്റ് ഫ്രം ദാറ്റ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തും ഉണ്ട്. ഇത് നമുക്ക് അങ്ങനത്തെ ഒരു പക്ഷേ നല്ലൊരു മോഡൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയുന്നു ഇഫ് യു ആർ സെറ്റിംഗ് അപ്പ് ദ ക്ലൗഡ്, യു ആർ കീപ്പിംഗ് ദ സെർവേഴ്സ്, ദെൻ എവറിത്തിങ് ഈസ് സെക്യൂർ. അതും ഉണ്ടായിരുന്നുള്ളൂ അവർക്ക്. പുറത്തേക്കൊന്നും പോകാൻ പാടില്ല ഡാറ്റ. ഞാൻ ഈ തുടർന്നങ്ങോട്ട് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന കാലത്തും തുടർന്നങ്ങോട്ട് പോകുമ്പോൾ ഈ പറയുന്ന വ്യക്തിഗത വിവരങ്ങൾ, ഈ സ്വകാര്യത, അത് വലിയ കൺസേണായി മാറും. ഞാൻ ഈ മേഖലയിൽ തന്നെ ഒരു 10 വർഷത്തിൽ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ സമാന്തരമായിട്ട് ജനകീയ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും ഇത് ചെയ്യുന്നതാണല്ലോ. ഈ പറയുന്ന ഡാറ്റ പ്രൈവസിയുടെ കാര്യത്തിൽ ഇനി എന്തായിരിക്കും എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സേവനദാതാക്കളെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ നമ്മുടെ മുന്നിലുള്ള വഴി. സത്യത്തിൽ അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ഇനി ഇന്ത്യൻ കമ്പനീസ് ആണെന്ന് പറഞ്ഞാലും ഫോറിൻ കമ്പനീസ് ആണെന്ന് പറഞ്ഞാലും, നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു അമേരിക്ക എന്നാണ്, ഗൂഗിൾ ഉപയോഗിക്കുന്നു അമേരിക്ക എന്നാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ല എന്ന ഉറപ്പിൻ്റെ പുറത്തേ നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ യൂറോപ്പിലൊക്കെ കുറെ കൂടെ ശക്തമായ നിയമങ്ങൾ വരുന്നുണ്ട്. ഉപയോഗിച്ചു എന്ന് കണ്ടാൽ അതെ. ഇപ്പൊ GDPR എന്നൊക്കെ പറഞ്ഞു വരുന്ന സാധനം അവർക്ക് നമ്മൾ എൻഫോഴ്സ്മെന്റ് നടത്തേണ്ടത് നമ്മുടെ അധികൃതരാണ്, നത്തിങ് എൽസ്. അതല്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല. GDPR-ന്റെ ഒക്കെ നിയമത്തിന്റെ കട്ടി കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഗ്ലോബൽ വാല്യുവേഷൻ്റെ കമ്പനിയുടെ ഗ്ലോബൽ വാല്യുവേഷന് 30% വരെ പിഴ കൊടുക്കേണ്ടി വരും. സോ അതെ അല്ല ഫേസ്ബുക്കൊക്കെ ദേ ആർ ഇംപ്ലിമെന്റിങ് ദാറ്റ്. നമുക്കൊന്നും ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തില്ല. യൂറോപ്പിലുള്ള യൂസേഴ്സിനൊക്കെ അവർ സ്ട്രിക്റ്റ് ഡാറ്റ പ്രൈവസി ലോസ്. പക്ഷേ ഇവരുടെയൊക്കെ ബിസിനസ് കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. വെറുതെ നമ്മൾ ഫേസ്ബുക്കിൽ കയറി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാറ്റസ് മെസ്സേജ് ഇടുന്നത് കൊണ്ടല്ല അവർ ജീവിക്കുന്നത്. ദേ ആർ പ്രൊവൈഡിങ് എന്താ പറയുക യൂസർ ബേസ്ഡ് അഡ്വർടൈസ്മെൻറ്റ്, ദാറ്റ് കൈൻഡ് ഓഫ്. ആ യൂസർ ബേസ്ഡ് അഡ്വർടൈസ്മെൻ്റ് അല്ലെ അനാലിറ്റിക്സ് നോക്കിയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് എന്ന് തന്നെ ഒരു പ്രൈവസി വയലേഷനാണ്. ഞാൻ ജിമെയിലിൽ അല്ലെ ഗൂഗിളിൽ കയറി ഒരു സാധനം സെർച്ച് ചെയ്യുന്നു, പിറ്റേ ദിവസം തൊട്ട് ഞാൻ കാണുന്ന അഡ്വർടൈസ്മെൻ്റ് എല്ലാം അതുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള അനുഭവമാണിപ്പോൾ. ആ അനുഭവം ചിലപ്പോൾ ഇനി യൂറോപ്പിലുള്ളവർക്കും US-ലുള്ളവർക്കും ഉണ്ടാവില്ല. കാര്യം അത്ര സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ലോസ് ദേ ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ്. ഐ തിങ്ക് ദേ സ്റ്റാർട്ടഡ് ഡൂയിങ് ദാറ്റ്. ഈ കോവിഡ് വന്നതുകൊണ്ട് മാത്രം ഇത്തിരി ഡിലേ ചെയ്താണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെയ് 31 വരെ ആയിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, എല്ലാ കമ്പനികളും അത് ചെയ്യാനുള്ള. പിന്നെ അവരുണ്ടാക്കുന്ന അതുപോലത്തെ ലോ എൻഫോഴ്സ് ചെയ്താലേ ഇത് സാധ്യമാവും. ലോ കാണുമ്പോഴത്തേക്കിനും ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, കമ്പനികൾ വൻകിട കമ്പനികളെങ്കിലും ഇത്തിരി പുറകോട്ട് മാറും. എൻ്റെ ലാഭത്തിൻ്റെ അല്ലെ എൻ്റെ റവന്യൂവിൻ്റെ മുമ്പ് ഇത്ര വലിയ പിഴ വരുമെന്ന് വേണ്ട, ഉറപ്പായിട്ടും അതെ കൺസേൺ ആവും. അല്ലാതെ നമുക്കിത് സാധിക്കില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് യൂറോപ്പിൽ ഇത്രയും വലിയ ലോസ് വരുന്നത്. വേറൊരു കാര്യം കൂടിയുള്ളത്, ഇപ്പം ഇന്ത്യയുടെ ഒഫീഷ്യൽ വീഡിയോ കോൺഫറൻസിങ് ആപ്പ് എന്നുള്ള രീതിയിൽ പോവാണ്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ ഈ ഡൈവേഴ്സിറ്റി പറഞ്ഞ പോലെ തന്നെ ഈ ബാൻഡ് വിഡ്ത്തിൻ്റെ വേരിയേഷനൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഈ പിന്നെ പാൻഡമിക് സിറ്റുവേഷനിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ മൊബൈലും 4G കണക്ഷനൊക്കെ കയ്യിലുണ്ടെങ്കിൽ പോലെങ്കിൽ ഏതെങ്കിലും കെട്ടിടത്തിന് വരില്ല. അതായത് ഇടുക്കിയിലെ ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ കാലത്തിലൊക്കെ ഒരുപാട് വീഡിയോകളും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ രണ്ട് രീതിയിലായി. കൺസംഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് കയ്യിലുള്ള മുഴുവൻ ഡാറ്റയും തീർന്നു പോകുന്ന സാഹചര്യമുണ്ട് വീഡിയോ ആകുമ്പോൾ. അതെ ഈ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഞങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അറിയാം, ഈ ഞങ്ങൾ ഇപ്പം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നൊരു വീഡിയോ പോലെ അതിൻ്റെ ഒരു 4:1 ക്വാളിറ്റി എങ്കിലും സൂം റെക്കോർഡിങ്ങിലൊക്കെ വേണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പം ഇത്തരം കൺസേൺ ഉണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ 2 ഉണ്ട്. ഈ പറയുന്ന ബാൻഡ് വിഡ്ത്തിൻ്റെ വേരിയേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്, പിന്നെ ഈ കൺസംഷൻ, ഡാറ്റ കൺസംഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.
അത് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ വേറൊരു മോഡലില്ല. കാരണം ഇതിൻ്റെ നമുക്ക് ഇപ്പോൾ വീഡിയോയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാൻ പറ്റും. H.264 എന്ന് പറയുന്ന എൻകോഡറാണ് പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ MPEG-4 ഫോർമാറ്റിൽ സേവ് ചെയ്യുന്ന വീഡിയോ. ഈ H.264 ശരിക്കും പറഞ്ഞാൽ H.264 ഹൈ ക്വാളിറ്റി വീഡിയോ കംപ്രസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെക്കാനിസമാണ്. നമ്മൾ വീഡിയോ കോൺഫറൻസിങ്ങിലും ഈ H.264 എൻകോഡറാണ് എല്ലാവരും മിക്കവാറും ഉപയോഗിക്കുന്നത്. കുറച്ച് പേര് ഇപ്പോൾ ഗൂഗിള് കൊണ്ടുവരുന്ന ഒരു VP8 VP9 എന്നുള്ള കോഡക്ക് വരുന്നുണ്ട്. അതിലാണ് നമ്മളുടെ ബ്രൗസറിൽ നിന്നൊക്കെ ആൾക്കാർ കയറുമ്പോൾ എൻകോഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സെർവർ സൈഡിലൊക്കെ H.264 ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഒപ്റ്റിമൽ അവൈലബിൾ നൗ ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ കോഡക്ക് വന്നിട്ടുണ്ട്, H.265 വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത അത് 4K ഉന്നം വെച്ചിട്ടുണ്ടാകും. അവിടെയും വീഡിയോ കോൺഫറൻസിങ്ങിന് അവർ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ആളുകളുടെ ശ്രദ്ധ മീഡിയ ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യും, ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ വീഡിയോ കോൺഫറൻസ് ഇതുവരെ ഒരു എന്താ പറയുക അത്ര ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഡൊമൈനാണ്. വീഡിയോ കോൺഫറൻസിങ്ങിൽ ഹൈ ക്വാളിറ്റി കൊടുക്കാൻ വേറെ ഏതെങ്കിലും കോഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയല്ല. ഞങ്ങളിപ്പോൾ AI വെച്ചിട്ടൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലിപ്പ് മൂവ്മെൻ്റ് ഒക്കെ അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഇത്രയും വീഡിയോ അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല. AI വെച്ചിട്ട് വേണേൽ റെപ്ലിക്കേറ്റ് ചെയ്യാം. ആ സ്റ്റൈലിൽ റിസർച്ച് ഞങ്ങളൊരു 6-7 മാസം മുമ്പ് ഇനിഷ്യേറ്റ് ചെയ്തിരുന്നു. അത് ഫലവത്താവുമെങ്കിൽ എനിക്ക് തോന്നുന്നു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെ മിക്കവാറും ഇതുപോലുള്ള റിസർച്ചുകൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാകും. കാര്യം വീഡിയോ കോൺഫറൻസിങ് ഈസ് ബിക്കമിങ് വെരി പോപ്പുലർ നൗ. നമ്മുടെ ജീവിതം വീഡിയോ കോൺഫറൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് വീഡിയോ കോൺഫറൻസിങ്ങിന് സ്പെസിഫിക്കായിട്ട് ഒരു നല്ലൊരു കോഡക്ക് ഞാൻ പറയുന്നത് എൻകോഡിങ് ഡീകോഡിങ് അൽഗോരിതം ഉണ്ടാവും. അത് ഞങ്ങളല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. പബ്ലിക് ആണെന്നില്ല, ചില കമ്പനികൾ അവരുടെ പേറ്റൻറ്റഡ് സൊല്യൂഷനായിട്ടായിരിക്കും വരിക. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു റിസർച്ച് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റിസർച്ച് വിജയിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഉത്തരവാകും. ഏറ്റവും കുഞ്ഞു ബാൻഡ് വിഡ്ത്തിൽ ഏറ്റവും മികച്ച വീഡിയോ കോൺഫറൻസിങ്ങിൽ എന്താ വേണ്ടത്. ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കും വീഡിയോ അതെ അതെ ഞങ്ങൾ വളരെ ഇതായിട്ട് നോക്കുന്നുണ്ട്. ആകെ വീഡിയോ കോൺഫറൻസിങ് അല്ലെ ക്ലാസ് നടക്കുമ്പോൾ ലിപ്പും കണ്ണും ഒക്കെയാണ് മൂവ് ചെയ്യുക. ചെറുതായിട്ട് ഇങ്ങനെയൊക്കെയുള്ള മൂവ്മെൻറ്റ്സേ ഉള്ളൂ. അത് നമുക്ക് വളരെ ലൈറ്റ് ബാൻഡ് വിഡ്ത്ത് ഉപയോഗിച്ച് അപ്പുറത്തേക്ക് എത്തിക്കാമെങ്കിൽ നമുക്ക് ആളുടെ പടം ആദ്യം ചെന്ന് കഴിഞ്ഞാൽ വി ക്യാൻ റെപ്ലിക്കേറ്റ് ദാറ്റ് മൂവ്മെൻറ്റ്സ് വൈൽ വി ആർ സ്പീക്കിംഗ്. അങ്ങനത്തെ ഒരു മോഡലിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോൾ പോയാൽ ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ എഫക്റ്റീവായിട്ട് ഹൈ ക്വാളിറ്റി സാധനം അവിടെ എത്തിക്കാൻ പറ്റും. കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിരിക്കും, സംശയമൊന്നുമില്ല. ഇപ്പോൾ കാണുന്ന റിയലിസ്റ്റിക് ആവണമെന്നില്ല. പക്ഷേ ദർ ഇസ് ദ കമ്മ്യൂണിക്കേഷൻ വിൽ ഹാപ്പൻ വിത്ത് എ ഹൈ ക്വാളിറ്റി ബാൻഡ്. അത് നമ്മളുടെ ഈ പറഞ്ഞ റിമോട്ട് വില്ലേജസ്, ഈ പെരപ്പുറത്ത് കയറിയിരുന്ന് പിടിക്കാൻ ശ്രമിച്ച വീഡിയോ, അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കും ഉറപ്പായിട്ടും. ഞാൻ എൻ്റെ ശക്തമായ അഭിപ്രായം ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട വെരി ഫസ്റ്റ് പ്രയോറിറ്റി, ഞാൻ 2014 തൊട്ട് ഞാൻ ഈ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഈവൻ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററോട് പോലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹൈ ക്വാളിറ്റി ബാൻഡ് വിഡ്ത്ത്. കാര്യം എൻ്റെ അനുഭവം ഞാൻ പറയാം. നോർവേയിൽ ഞങ്ങളുടെ ക്ലയൻറ്റ് വന്നപ്പോൾ അവരെന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യം, ഹൈ ഡെഫിനിഷൻ വീഡിയോ മതി ഞങ്ങൾക്ക് വീഡിയോ കോൺഫറൻസ്. ഞാൻ ചോദിച്ചു, ഞങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഞങ്ങളുടെ പോസിബിലിറ്റി നിങ്ങൾക്ക് തരാം, കുഴപ്പമൊന്നുമില്ല. ഹൈ ഡെഫിനിഷൻ വീഡിയോ നമ്മുടെ ഡെഫിനിഷൻസ് ഉള്ളിൽ ഉണ്ടാക്കിയാൽ മതി. അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ എങ്ങനെ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഇൻ്റർനെറ്റ് കേപ്പബിലിറ്റി കൊടുക്കുക എന്നുള്ളത്. 1 Gbps ലൈനാണ് ഓരോ വീട്ടിലേക്കും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ജോയിക്ക് 4K തരാമെങ്കിൽ വി ആർ ഹാപ്പി വിത്ത് ദാറ്റ് വീഡിയോ കോൺഫറൻസിങ്. ആ ഒരു സാധനം നമ്മുടെ നാട്ടിൽ എനിക്കറിയില്ല. കാര്യം ഇത്രയും വലിയ അവിടെ 70,000 പേരുള്ള ഒരു സിറ്റിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ 138 കോടി ജനങ്ങളുള്ളൊരു സ്ഥലത്ത്. പക്ഷേ വി ഹാവ് ടു സ്റ്റാർട്ട്. നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ചെയ്യേണ്ട വലിയ കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ പണിയുന്നതിന് പകരം, ഞാൻ മാറ്റിവെക്കണമെന്നൊന്നും പറയുന്നില്ല, ഇപ്പം നമ്മുടെ മുന്നിലൊരു അനുഭവമുണ്ട്, പാൻഡമിക്. എവരി വൺ ക്ലോസ്ഡ് ഇൻ ടു ദർ വീടിനകത്തായി. പക്ഷേ അതെ അവർക്ക് പക്ഷേ പലർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ 100 Mbps വീഡിയോ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ക്ലെയിം അവരുടെ ക്ലെയിം അതാണ്. പക്ഷേ ഐ ആം നോട്ട് ഗെറ്റിംഗ് ദാറ്റ് ക്വാളിറ്റി. ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കറിയാം. സോ ദാറ്റ് കൈൻഡ് ഓഫ് എ തിങ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ അതുകൊണ്ടാണ് K-Phone ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഞാൻ എഴുതുന്ന ആളാണ്. K-Phone എത്രയും വേഗം അത് അറ്റ്ലീസ്റ്റ് എല്ലാ വീട്ടിലേക്കും, ഏറ്റവും പാവപ്പെട്ട വീട്ടിലും കറണ്ട് ഫണ്ട് കൊടുക്കാൻ നമ്മൾ ചെയ്ത അതേ എഫേർട്ട്, ഇലക്ട്രിസിറ്റി കൊടുക്കാൻ ചെയ്ത അതേ എഫേർട്ട് ഇതിനകത്തും ചെയ്യണം. ചെയ്താൽ നമ്മുടെ അത് ഏറ്റവും ആദ്യം ചെയ്യുന്ന സംസ്ഥാനം വിൽ ബി ദ നെക്സ്റ്റ് ഡെക്കേഡ്സ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ.
ഒരു സംശയം വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളുകൾക്ക് പോലും എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്തൊരു ഇത് ഈ IT സ്റ്റാർട്ടപ്പ് ഇതിൻ്റെയൊക്കെ കാര്യത്തിലുണ്ട്. പക്ഷേ പിന്നെ അതിൻ്റെ ഒരു സാങ്കേതികത്വം ഒരു ഫാക്ടറായിരിക്കാം. IT സെക്ടറിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു കോർപ്പറേറ്റ് സ്വഭാവത്തിലുള്ള അല്ല ഒരു രഹസ്യാത്മകതയൊക്കെ ആളുകൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ജോയ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാൾ അതിനപ്പുറത്തൊരു പൊതുപ്രവർത്തകനായിട്ടും നാട്ടുകാർക്കൊക്കെ ഒരു നാടനൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരാളാണ്. ഇതിനപ്പുറത്ത് ഞാൻ പറഞ്ഞ സ്റ്റാർട്ടപ്പുകളെ കുറച്ചുകൂടി സംശയദൃഷ്ടിയെ കാണുന്ന ഒരു പൊതുബോധം കൂടിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്തരം പരീക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ കുറേ കാശ് എവിടെ എടുത്ത് കളയുന്നു, അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മിഷൻ ഒരു സ്റ്റാർട്ടപ്പിനെ ഏൽപ്പിച്ചാൽ പോലും അതിന് മേലൊരു സംശയം പതിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി കേരളത്തിലില്ലേ? നമ്മുടെ മുന്നിൽ അങ്ങനത്തെ ഒത്തിരി ഉദാഹരണങ്ങൾ ചിലപ്പോൾ വന്നതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. സ്റ്റാർട്ടപ്പുകൾ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ നല്ലൊരു ആശയത്തിനായിരിക്കും സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് എന്തായാലും കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കും. ഗവൺമെൻറ്റിൻ്റെ ചെറിയ പ്രോജക്ട്സിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും വളരെ ആശാവഹമാണ്. കാര്യം അങ്ങനെ ഒരു ചെറിയ സപ്പോർട്ട് കിട്ടിയാലേ ഇവർ വളരുള്ളൂ. ഞാൻ എല്ലാ സ്റ്റാർട്ടപ്പുകളും എല്ലാ ആശയങ്ങളും സത്യസന്ധമാണെന്നൊന്നും എനിക്കും അഭിപ്രായമില്ല. ദർ വിൽ ബി അതിനകത്ത് ഈ പറഞ്ഞ അതെല്ലാ സെക്ടറിലെയും പോലെ തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നല്ല ജെന്യുവിനായിട്ട് തൻ്റെ ആശയത്തെ പിന്തുടരുന്നവരെ എനിക്കറിയാം. എനിക്കൊരു ഉദാഹരണം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നെയുണ്ട്. ഹീസ് എ കീബോർഡ് പ്ലെയർ. അയാൾ ഇത് ചെയ്യും, എന്താണ് വളരെ ഭംഗിയായിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ ഡബ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു കാറ്റഗറി ഒരു മനുഷ്യൻ. കീബോർഡ് റെക്കോർഡറും എന്താ പറയുക കീബോർഡിൻ്റെ ആർട്ടിസ്റ്റും കൂടാണ്. അപ്പോൾ കക്ഷി ഒരു സ്റ്റാർട്ടപ്പ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിച്ചു ഇതുപോലെ ഡബ്ബിങ്ങിന് വേണ്ടി. നമ്മളെല്ലാം ടെക്നോളജിയാണെന്ന് വിചാരിക്കേണ്ട. എവരിവർ ഹാസ് എ ഓപ്പർച്യൂണിറ്റി. അദ്ദേഹത്തെ അതിനുവേണ്ടി ആദ്യം കണ്ടെത്തി എനിക്ക് തോന്നുന്നു അങ്ങേര് ചെയ്ത 1-2 വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടാണ്, അങ്ങേരുടെ കഴിവ് കണ്ടിട്ട് ബൈജൂസിൻ്റെ മലയാളം ചെയ്യാൻ, ബൈജൂസ് ആപ്പിൻ്റെ മലയാളത്തിലെ ഡബ്ബിംഗ് പരിപാടികൾ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു. അത് ബൈജൂസ് നേരിട്ടല്ല, വേറെ തേർഡ് പാർട്ടി കമ്പനി എടുത്ത വർക്ക് ഇവർക്ക് കൊടുത്തു. ഹി ഡൺ ഇറ്റ് വെരി ബ്യൂട്ടിഫുള്ളി. ഇപ്പോൾ അദ്ദേഹത്തെ സമീപിച്ചിരിക്കുന്ന ആരാന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഡിസ്നിയാണ്, ഓൾഡ് ഡിസ്നി. അടുത്ത വർക്ക് അവരുടെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ മലയാളത്തിലേക്ക് എല്ലാം ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ചെയ്യാനായിട്ട് ഇദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ഫണ്ടില്ല. അവർ പറയുന്നത് അയാളൊരു ചെറിയ മുറിയിൽ അയാൾ തന്നെ തട്ടിക്കൂട്ടിയ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇരുന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് പക്ഷേ ദർ ഷുഡ് ബി എ പ്രൊഫഷണൽ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അയാൾ നോക്കിയപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, കണക്ക് കൂട്ടിയപ്പോൾ 3 കോടി രൂപയും കൊണ്ട് വേണം അത് ചെയ്യാൻ. അതുകൊണ്ട് ഇപ്പോൾ അത് ഡിലേഡ് ആവുകയാണ്. സോ ദാറ്റ് കൈൻഡ് ഓഫ് ആൾക്കാരും ആ കഴിവുള്ളവർ ജെന്യൂനായിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അയാളെപ്പോലുള്ളവർ ഉണ്ടാവും. അയാളുടെ ആ പർട്ടിക്കുലർ സ്കില്ലിലാണ് അയാൾ സ്റ്റാർട്ടപ്പ് ചെയ്തത്. മേ ബി ഓഫർ കിട്ടിയത് കൊണ്ടായിരിക്കും തുടങ്ങിയത്. പക്ഷേ ഇഷ്ടംപോലെ പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണത്. വെറുതെ ഒരു കോർപ്പറേറ്റ് അല്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ജെന്യുവിനായിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ആ ജെന്യുവിനായിട്ടുള്ള സാധനങ്ങളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മോഡല് ഗവൺമെൻറ് സെറ്റ് ചെയ്യണം. അല്ലാതെ ഐഡിയ ഉണ്ട്, റെക്കമെൻഡേഷൻസ് വഴി ഫണ്ടിങ് ചെയ്യുന്ന മോഡലിൽ നിന്ന് മാറി ജെന്യുവിനായിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും അത് വെച്ചിട്ട് ഒന്ന് മാറ്റുരച്ച് നോക്കി അവർക്ക് അതിനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് കൊടുക്കാനുമുള്ള പല പരാതികളൊക്കെ വരും. അപ്പോൾ പക്ഷേ അങ്ങനെയുള്ള ജെന്യുവിൻ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പരാതികൾ വരുന്നതുണ്ടാവും സ്വാഭാവികമായിട്ട്. എനിക്ക് കിട്ടിയില്ല, മറ്റവർക്ക് കിട്ടി. ആ ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് ജെന്യുവിൻ ആക്കാനുള്ള ഒരു ഡെഫിനിഷൻസ് നമ്മൾ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു. അത് ട്രാൻസ്പെറൻറ്റും ആയിരിക്കണം. ആ ട്രാൻസ്പെറൻസിയൊക്കെ കൊണ്ടുവന്നാൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ജനങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ കമ്പനിയെ തിരഞ്ഞെടുത്തതിനെപ്പറ്റി ആരും ഒരു പരാതിയും പറഞ്ഞ് ഞാൻ കേട്ടില്ല ഇതുവരെ. ചിലപ്പോൾ ഇതിങ്ങനെ പാൻഡമിക് സമയത്ത് വന്ന ഒരു നല്ല വാർത്തയായതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലൊരു പ്രൂഫുണ്ട്. ഞാൻ ചെയ്ത ടെക്നോളജി സുപ്പീരിയർ ആണെന്നും ഞാൻ വേറെ ഇതുവരെ ഫണ്ടിങ്ങിനൊന്നും പോയിട്ടുമില്ല. പക്ഷേ അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാവരോടും അതിൻ്റെ ഇവാലുവേഷൻ പ്രോസസ്സൊക്കെ എൻ്റെ ഫേസ്ബുക്കിൽ കൂടെ ആദ്യം തൊട്ടേ ഞാൻ പറയുന്നുണ്ട്. പലരും അത് ഇപ്പോൾ തോമസ് ഐസക് ആണെങ്കിൽ തന്നെ ഓരോ സ്റ്റെപ്പിലും എന്നെ തിരഞ്ഞെടുക്കും വലിയ കാര്യമായിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ദർ ഇസ് ഗോയിങ് ഒരു ട്രാൻസ്പെറൻറ്റ് ഇവാലുവേഷൻ പ്രോസസ് ഈസ് ഗോയിങ് ഓൺ, നടക്കുന്നുണ്ട് എന്നുള്ള ആളുകൾക്കും മനസ്സിലായി. അതുകൊണ്ടാണ് ഇതിനെ 4 മാസമായിട്ട് നടന്നൊരു പ്രോസസ്സ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരാൾക്ക് 25 ലക്ഷം രൂപ കൊടുക്കുക അങ്ങനെ അല്ലായിരുന്നു സംഭവിച്ചത്. അങ്ങനത്തെ ഒരു ഡെഫിനിഷൻസ് ഉണ്ടായി വന്നാൽ ദർ വിൽ ബി എ ചേഞ്ച് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കുറച്ച് അക്കാഡമീഷ്യന്മാരും ഇൻഡസ്ട്രിയലിസ്റ്റുകളും ഒക്കെ ചേർന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മോഡൽ നമ്മളുമൊക്കെ ഉണ്ടാവും. എനിക്കറിയില്ല സ്റ്റാർട്ടപ്പ് മിഷനിലൊക്കെ, നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന് അറിയില്ല. പരാതികൾ ഒഴിവാക്കാൻ നല്ലത് ട്രാൻസ്പെറൻ്റായി എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ആർക്കൊക്കെ ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്, എന്ത് ആശയമാണ്, ഇതിനൊക്കെ ഒരു
ഒരു ഓപ്പൺ അപ്പ് ചെയ്താൽ ചിലപ്പോൾ കാണും, ഞാനിതുവരെ ഫോളോ ചെയ്യാഞ്ഞിട്ടായിരുന്നു. മോഡൽ കൂടിയാവും അതെ അതെ, ഉറപ്പായിട്ടും ഞങ്ങൾ ഇങ്ങനെയാണ് നോക്കേണ്ടത്. കാര്യം ഈ വാല്യൂ സംരംഭകനാവാനുള്ള സാധ്യതയാണല്ലോ. മറ്റേ ഞാൻ തൊഴിൽ തേടി പോകുന്നു എന്നുള്ളത് ഇപ്പം അല്ലേ, രണ്ടുപേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാവുന്ന ഒരു സംരംഭങ്ങൾ ഉണ്ടായാലേ ഈ രാജ്യം രക്ഷപ്പെടുള്ളൂ. എല്ലാവരും തൊഴിലും തേടി PSC ഒക്കെ എടുക്കാൻ പോയാൽ ദർ ഇസ് നോ വേ നമ്മൾ രക്ഷപ്പെടാൻ പോണില്ല, ഒരു രക്ഷയില്ല. കാര്യം ടാലൻറ്റ് ഈസ് അക്യുമുലേറ്റിംഗ് ഇൻ ദി PSC, IAS, ഡോക്ടേഴ്സ്, എഞ്ചിനീയർ, ആ ലെവലിൽ. കാര്യം ഒരു സംരംഭകത്വ മോഡലിലല്ലാത്ത ഒരു മോഡലിലെ സെക്യൂരിറ്റിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സംരംഭകത്വം റിസ്ക്കാണ്, പക്ഷേ വലിയ സംരംഭങ്ങൾ ഇല്ലാതെ വളരെ കൂളായിട്ട് പോകാം. എന്നെ പോലുള്ളവർക്ക്, ഞാനൊക്കെ 10 പേരെയൊക്കെ വെച്ചിട്ട് കുറേ നാൾ ഓടിയതാണ്, ഇപ്പോഴാണല്ലോ 65 പേരായത്. അങ്ങനെ നമുക്ക് കൂളായിട്ട് പോകാവുന്ന ഒരു വരുമാന മാർഗ്ഗമൊക്കെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു മോഡലിൽ നിന്ന്. കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ലോൺ എടുക്കാൻ പോകേണ്ടി വന്നിട്ടുണ്ട്, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ കൂടെ പഠിച്ച് ഡോക്ടർമാരായവരുണ്ട്. അവരൊക്കെ എന്നെ കാണുമ്പോൾ പറയാറുണ്ട്, നിൻ്റെ വഴിയായിരുന്നു ശരി. ഇപ്പം മാത്രമല്ല, ഈ അവാർഡ് കിട്ടിയതുകൊണ്ടല്ല, കുറച്ച് മുമ്പേ തന്നെ. കാരണം നിനക്ക് ഒരു 10 പേരെ സഹായിക്കാനുള്ള ഒരു ഓപ്ഷൻ തുറന്ന് കിടപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ 10 പേർക്ക് ജോലി കൊടുക്കും. ഞാൻ പറഞ്ഞത് അതെൻ്റെ കഴിവല്ല, അവർക്ക് കഴിവുള്ളതുണ്ട്. ഇപ്പോൾ ഈ ഓരോ സ്കൂളും കോളേജും ഒക്കെ ഇപ്പോൾ ബോർഡ് വെക്കുന്നത് ഞാൻ കണ്ടു, ഇന്ന കോളേജിൽ ഇത്ര പേരുണ്ട് ആ ടീമിലെന്നുള്ള രീതി. അപ്പം ഞാൻ പഠിച്ച സ്കൂളിലെ 13 കുട്ടികളുണ്ട് ആ ടീമിൽ, ഞങ്ങളുടെ ടീമിൽ. അതായത് ഞങ്ങളുടെ ഈ നാട്ടും പുറത്തു നിന്ന് മാത്രം 13 പേര് ടെക് ജംഗ്ഷനിലുണ്ട്. അവരുടെ യാതൊരു ദയാദാക്ഷിണ്യം, എൻ്റെ ദയാദാക്ഷിണ്യം കൊണ്ട് അവിടെ കയറിയതല്ല. അവർക്ക് ടാലൻ്റ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അവർക്ക് വേറെ കമ്പനി ജോലി കിട്ടൂല. പക്ഷേ എൻ്റെ അടുത്ത് വന്നു, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ പറയുന്നത് വെറുതെ എടുക്കാറൊന്നുമില്ല കേട്ടോ, ഒരു കാളയും കമ്പനിയിൽ വെറുതെ എടുക്കാറില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഇന്നത് പഠിച്ചിട്ട് വരും, നമുക്ക് നോക്കാം. അവിടെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാവും, ഞാനായിരിക്കില്ല ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അവരെ ഇമ്പ്രസ് ചെയ്യാവുന്ന രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ കട്ടിയായിട്ട് ചോദിക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്താണെന്നൊന്നും അവിടെ നോക്കൂല അവർ. അങ്ങനെ പഠിച്ചിട്ട് വരാമെങ്കിൽ നിങ്ങൾക്ക് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ 13 പേര് ഓഫീസിൽ എത്തിയിട്ടുണ്ട് ഈ പ്രദേശത്ത് നിന്ന്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ ടെക് ജംഗ്ഷനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചലനം ഉണ്ടാക്കാൻ ചെറിയ സംരംഭങ്ങൾക്ക് കഴിയും. അതെ അതെ. ഇപ്പോൾ മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിൽ ഇങ്ങനത്തെ ഒരു 5 ചെറിയ എന്റർപ്രണേഴ്സ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. എൻ്റെതുപോലത്തെ, ഞാൻ വലിയ കാര്യമാണെന്ന് പറയുന്നില്ല, 5 പേർക്ക് ജോലി കൊടുക്കാവുന്ന ഒരു സാധനങ്ങൾ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, ആശയങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ചെയ്താൽ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് രാജ്യം വികസിക്കുക. അതെ അതെ, ഭയങ്കരമായിട്ടാണ്. വൻകിട കമ്പനികളൊക്കെ ആളെ വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. ആ സ്ഥാനത്ത് നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞത് ശരിയാണ്, റവന്യൂ ഒക്കെ കുറച്ച് കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വേറൊരു സ്ട്രീം റവന്യൂ ഉണ്ട്, അതിലൊക്കെ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ആ സ്ട്രീമുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്തുമാത്രം സഫറിങ്സ് ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. വീഡിയോ കോൺഫറൻസിങ്ങിൽ കുഴപ്പമുണ്ടായിട്ടില്ല, കാര്യം അതൊരു ബൂമിംഗ് മാർക്കറ്റ് ആയതുകൊണ്ട് ഞങ്ങളുടെ ക്ലയൻസിനും ഒക്കെ ഒത്തിരി പുതിയ എൻക്വയറീസും പുതിയ പ്രോജക്ട്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ടെക് ജംഗ്ഷൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പേര് ജോയ് സെബാസ്റ്റ്യൻ എന്നുള്ള പ്രൊഫൈലിലേക്ക് ടാഗ് ചെയ്തിട്ട് അതിലിരിക്കുന്നത് നേരത്തെ ട്യൂഷൻ എടുത്ത ഒരു കുട്ടി ബ്ലൂടൂത്ത് എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയെന്ന് അങ്ങനത്തെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. ഇനി നാട്ടിൽ തന്നെയുള്ള വലിയൊരു സ്നേഹപ്രവാഹം ഉണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ഇരിക്കുന്ന അവർ ലൈബ്രറി ഉണ്ട്, ഇപ്പം പ്രതിഭാതീരം, അങ്ങനെ ഒരുപാട് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. ഇപ്പം ഒരു വിമർശനമായിട്ടെങ്കിലും പൊതുവെ ഈ IT സെക്ടറിലുള്ളവരെയോ അല്ലെങ്കിൽ പിന്നെ ഈ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നവർ പറയുന്നത് അവരിലേക്ക് ചുരുങ്ങി ഒരുപക്ഷെ ഈ നാട്ടിൻ പുറത്തൊക്കെയുള്ള ജീവിതം പോലെ അങ്ങനെ കുറച്ചുകൂടി ഒരു സാമൂഹ്യ ജീവിയാവാൻ മടിക്കുന്നവർ എന്നൊക്കെ ഉള്ളൊരു വിമർശനം. അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഇൻഫോ പാർക്കിൽ ഒരു കമ്പനി നടത്തുമ്പോൾ തന്നെ നാട്ടിലുള്ള മറ്റ് സമാന്തര പ്രവർത്തനങ്ങളിലും വളരെ ആക്റ്റീവായിരുന്നല്ലോ. അത് എനിക്ക് തോന്നുന്നത് ഈ ഒരു കമ്പനിക്ക് മുമ്പ് ഉള്ള ഒരു പ്രൊഫൈൽ കൂടിയാണോ ഒരു കാരണം? അതെ അതെ, ഞാൻ പ്രീ ഡിഗ്രി കാലം തൊട്ട് എനിക്ക് തോന്നുന്നു ഈ അവർ ലൈബ്രറിയുടെ ഒരു ഇതായിരുന്നു എൻ്റെ താവളം. ഞാൻ ഔദ്യോഗിക ഭാരവാഹിത്വത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന ജനവുമായിട്ടുള്ള, എൻ്റെ ചേട്ടനും ഇതിൻ്റെ ഒരു ഭാരവാഹിയായിരുന്നു. നമ്മൾ കൊച്ചിലെ വായിക്കാനൊക്കെ വന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ലൈബ്രറിയനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു ലൈബ്രറിയൻ കാശ് കൊടുത്ത് പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റാത്ത ഒരു സിറ്റുവേഷൻ നമ്മളങ്ങനെയാണല്ലോ. അപ്പോൾ ഞാനിതിൻ്റെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നാൽ 5 തൊട്ട് 8 മണി വരെ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുമായിരുന്നു. അത് ഗുണം ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട്, അത് സംശയമൊന്നുമില്ല. അതാണ് എൻ്റെ പുറത്തുള്ള വിദ്യാഭ്യാസം, അതായത് സ്കൂളിന് പുറത്തുള്ള വിദ്യാഭ്യാസം സാധ്യമാക്കിയത് ഈ വായനശാലയാണ്. വലുതായിട്ട് നേടിയിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല, പക്ഷേ ഉണ്ട്, കുറേ അധികം കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ഒരു എൻ്റർപ്രണർ ആവുന്നതിന് മുമ്പും എൻ്റർപ്രണർ ആയതിനു ശേഷവും എനിക്കതിൽ മാറ്റമൊന്നുമില്ല. ഇന്നിപ്പോൾ ഈ അവാർഡ് കിട്ടി കുറേ പേര് അറിയുന്നു, കുറച്ചുകൂടെയൊക്കെ ബിസിനസ് വലുതാവുന്നു, എങ്കിലും ഇതിലൊന്നും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ പലരും എന്താ പറയുക, ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ കൂടെ ആയിരിക്കില്ല വന്നത്. അപ്പോൾ അവർക്ക് പബ്ലിക്കുമായിട്ട് ചിലപ്പോൾ ബന്ധം തന്നെ ഉണ്ടാവണമെന്നില്ല, അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് ഒരു കോമൺ സ്വഭാവമായിട്ട് എടുത്ത് നമ്മൾ ജനറലൈസ് ചെയ്യുന്നത് ശരിയല്ല. എന്നെപ്പോലുള്ളവർ പലരും ഉണ്ടാവും ഇതുപോലെ വളരെ എനിക്ക് തന്നെ അറിയാം 1-2 പേരെയൊക്കെ നല്ല പബ്ലിക് ആക്ടിവിറ്റിയൊക്കെ ചെയ്യുകയും ഒപ്പം തന്നെ അവരുടെ എൻ്റർപ്രൈസിനെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ പേരുണ്ട്. ഇപ്പോൾ അവരാരും പോപ്പുലർ അല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു ജനറലൈസേഷന് കാരണമാവേണ്ട. ചിലരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവർ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്, ഞാനത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്കൊരു പാലിയേറ്റീവ് കെയർ, സ്നേഹജാലം എന്ന് പറഞ്ഞിട്ട് പാലിയേറ്റീവ് കെയർ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പ്രോജക്റ്റിന് വന്ന കുറേ കുട്ടികളുണ്ട്, പെൺകുട്ടികളാണ്. ഈ വർഷം പ്രോജക്റ്റ് ചെയ്യാൻ ഞാൻ മിക്കവാറും കുറേ കുട്ടികളെ അങ്ങനെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഓഫീസിൽ എല്ലാവരും അകറ്റി നിർത്തുന്ന പോലെ അങ്ങനെ ചെയ്യാറില്ല. ആളുകൾ ആരെങ്കിലുമൊക്കെ കാണാനോ അവിടെ പഠിക്കാനോ ഒക്കെ താല്പര്യമായിട്ട് വന്നാൽ ഓഫീസിനകത്ത് തന്നെ എൻട്രി കൊടുക്കും അവർക്ക്. അപ്പം ഞാൻ അവർക്ക് കൊടുത്തൊരു പ്രോജക്റ്റ്, നമ്മുടെ സ്നേഹജാലകത്തിൻ്റെ കുറേ അധികം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ആ ആക്ടിവിറ്റീസ് എല്ലാം ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ചെയ്തു തരാനാണ്. ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ സോഫ്റ്റ്വെയർ ബേസ് ആയിട്ട് വേണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു നല്ലൊരു ഡിസൈനൊക്കെ ഉള്ളൊരു സോഫ്റ്റ്വെയർ. അത് IHRD കോളേജ് പള്ളിപ്പുറത്തെ ഒരു 8-9 പെൺകുട്ടികളാണ്. അവരിവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ദിവസം ഈ സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്യണം, ഈ രോഗികളെയൊക്കെ പോയി കാണണം, കണ്ടിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാവും, ഈ സോഫ്റ്റ്വെയർ വേണ്ടി വരുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അവർ നമ്മുടെ വോളണ്ടിയർ ക്യാപ്റ്റൻ്റെ കൂടെ ഒരു ദിവസം ഈ വീടുകൾ സന്ദർശിച്ചതിന് ശേഷം ആ കുട്ടികൾ വന്നിട്ട് എന്നോട് പറഞ്ഞത്, അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ജനകീയ ഭക്ഷണശാലയിൽ നിന്ന് ഈ വീടുകളിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവരുടെ കൂടെയാണ് ഇവർ പോയത്. അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾ എല്ലാ ശനിയാഴ്ചയും വന്നോട്ടെ, ഇവിടെ ഈ ഭക്ഷണം കൊടുക്കുന്നവരുടെ ഞങ്ങളും പൊക്കോട്ടെ. എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയോ? ഇവർക്ക് പ്രവർത്തിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങളും അവരൊരു താല്പര്യം ഉണർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഷിഫ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായം അതാണ്. മാറ്റം ഉണ്ടാവും, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അങ്ങനെ ഒരു സാധനം ചെയ്തു കൊടുത്താൽ നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഈ വിമർശനമൊക്കെ മാറും, ഇവരുമൊക്കെ വരും മുന്നോട്ട്, ഈ ആളുകളുമൊക്കെ മുന്നോട്ട് വരും. പക്ഷെ അവർക്ക് ചിലപ്പോൾ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല അവരുടെ നാട്ടിലെ. എൻ്റെ നാട്ടിലെ സാഹചര്യം അതല്ല. സത്യത്തിൽ ഇഷ്ടംപോലെ സോഷ്യൽ എക്സ്പെരിമെൻ്റ് നടക്കുന്ന സ്ഥലമാണ്. ആർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇടപെടാനുള്ള സ്പേസ് ഉണ്ട്. അതിനകത്ത് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല ആ സ്പേസ് ഉണ്ടായി വന്നിരിക്കുന്നത്. അങ്ങനെ മോൾഡ് ചെയ്യപ്പെട്ടൊരു സ്പേസ് ഉള്ളത് കൊണ്ട്, ആ സ്പേസിനകത്ത് ജീവിച്ചത് കൊണ്ട് ഞാനിപ്പോഴും ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഏത് ടെക്കിയാണെങ്കിലും ഏത് വലിയ ആളാണെങ്കിലും ഇതുപോലെ ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ ഞാൻ ഇവിടെ ആയിരിക്കുന്ന സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അത് മിക്കവാറും എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഓഫീസിൽ നിന്ന് 13 പേരുണ്ടെന്ന് പറഞ്ഞല്ലോ ഇവിടെ ചുറ്റുവട്ടത്തുള്ള. ആ 13 പേരും ചെറുതോ വലുതോ ആയിട്ട് ഇതിലൊക്കെ ഇടപെടുന്നുണ്ട്. അവരും ടെക്കുകൾ തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് പല സ്ഥലത്തും ഇതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ചെയ്യാത്തത്. ഇല്ല. അതെ. ഓൺലൈൻ മാഗസിൻ പ്രോഗ്രാംസ് ലൈവ് സ്ട്രീം ചെയ്യുന്നു, അത്തരം സാധ്യതകളിലൂടെ നാട്ടിൻപുറത്ത് ഒരു വായനശാല അങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു കൗതുകത്തിനപ്പുറത്ത് ഇതൊരു അതിനൊരു പരീക്ഷണ കേന്ദ്രം കൂടിയാണ്. ഉറപ്പായിട്ടും. കാര്യം ഞാൻ ഇവിടെ ആ സമയത്ത് സെക്രട്ടറിയോ പ്രസിഡന്റോ ആണ്. ഇങ്ങനെ മാറി മാറി പല സമയത്ത് പല റോളുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അല്ലാത്തപ്പോഴും നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നത് നമുക്ക് അറിയാവുന്ന ടെക്നോളജി, നമുക്കറിയാവുന്ന രീതി, നമുക്കുള്ള ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ട് നാട്ടിലൊക്കെ ചെയ്യാവുന്ന. അതിപ്പോൾ അവർ ലൈബ്രറി മാത്രമല്ല, ഇപ്പോൾ പൂങ്കാവ് പള്ളി ഒരു പരീക്ഷണ കേന്ദ്രമാണ്. അവിടുത്തെ ഒരു വലിയ ഇവൻ്റ് എല്ലാ വർഷവും നടക്കും, ഈ ദുഃഖവെള്ളി പെസഹാവഴം. എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം യൂട്യൂബിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ലൈവ് പോകുന്ന ഏറ്റവും വലിയ ഇവൻ്റ് അതാണ്. അതാർക്കും അങ്ങനെ അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കുറഞ്ഞത് യൂട്യൂബിൽ ലൈവ് അക്കൗണ്ട് കൊടുക്കാൻ തുടങ്ങിയത് ലിമിറ്റഡ് ആയിട്ടാണ് ആദ്യം. ആ സമയത്ത് എനിക്കൊരു ലൈവ് അക്കൗണ്ട് കിട്ടി. ആ അക്കൗണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ അവിടുത്തെ പരിപാടി ലൈവ് പോയി. അപ്പോൾ ഇവിടെ ഓൺലൈൻ മാഗസിൻ തുടങ്ങിയത് ഞാൻ ഈ ആശയം ഇവിടെ കമ്മിറ്റിയിൽ വെച്ചപ്പോൾ ഇവരൊക്കെ പറഞ്ഞു ശരിയാണ്, ഇംഗ്ലീഷിലൊക്കെ ഇഷ്ടംപോലെ ബ്ലോഗ്, മലയാളത്തിൽ ബ്ലോഗൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് ബ്ലോഗൊക്കെ വന്നു തുടങ്ങിയ സമയമാണ്. നമുക്ക് ഒരെണ്ണം എന്തെങ്കിലും ചെയ്യണം, ബ്ലോഗ് തുടങ്ങാമെന്നാണ് ആദ്യം തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലോഗ് ഇസ് എ ക്ലീഷേ, എല്ലാവരും ഉപയോഗിക്കേണ്ട, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമുക്കൊരു വെബ്സൈറ്റും ഒരു ഇൻ്റർനെറ്റ് മാഗസിനും തുടങ്ങണം. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാ വർഷവും ഒരു സാഹിത്യ മത്സരം സംഘടിപ്പിക്കാറുണ്ട്. അഖില കേരള സാഹിത്യരചനാ മത്സരം യുവാക്കൾക്കായിട്ട് കഥയും കവിതയ്ക്കുമായിട്ട് ഒരു അത്യാവശ്യം നല്ല അവാർഡാണ്. 5000 രൂപ
അന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ അവാർഡിന് വേണ്ടി ഒത്തിരി കൃതികൾ വരും. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അത് വെറുതെ ആ അവാർഡ് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒതുങ്ങിക്കിടക്കും, ആരും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു പബ്ലിഷ് ചെയ്യപ്പെടത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവരുടെ അനുവാദത്തോടെ, ഈ അയക്കുന്നവരുടെ അനുവാദത്തോടെ നമുക്ക് അവാർഡ് കിട്ടുന്ന കൃതികളും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് കുറേ അധികം വരും. അതിൽ 10 ഒക്കെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ജൂറിക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കൃതികളും തന്നെ പ്രസിദ്ധീകരിച്ചാൽ തന്നെ ഇഷ്ടം പോലെ വായനക്കാരെ നമുക്ക് വേണേൽ ഓൺലൈനിൽ സൃഷ്ടിക്കാമെന്നൊക്കെയുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ടന്റൊക്കെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഒരു മാർഗം വെച്ചുകൊണ്ട് അങ്ങനെയാണ് 2006 ഒരു ഓൺലൈൻ മാഗസിൻ തുടങ്ങി. അത് യൂണിക്കോഡിലാണ് ചെയ്തത്. 2006 തന്നെ യൂണിക്കോഡിൽ. ഞാൻ കുറച്ച് വിഷമിച്ചു, ഞാനതിൽ എക്സ്പേർട്ടൊന്നുമല്ല. പക്ഷേ ഞാനപ്പോൾ വർക്ക് ചെയ്തിരുന്നത് അവനീറിലാണ്. അവനീറിലെ അന്നത്തെ വെബ് ഡെവലപ്പർമാരുടെ സഹായം തേടി അവർ വളരെ കാര്യമായിട്ട് സഹായിച്ചു യൂണിക്കോഡിലേക്ക് ആക്കാൻ. കുറച്ച് മെനക്കെട്ടു. അന്ന് എനിക്ക് തോന്നുന്നു ഒറ്റ യൂണിക്കോഡ് ഫോണ്ടേ ഉള്ളൂ മലയാളത്തിൽ. വരമൊഴിയാണെന്നാണ് എൻ്റെ ഓർമ്മ അന്നത്തെ. അപ്പോൾ അത് വെച്ചിട്ട് കൃത്യമാണെന്ന് ഓർക്കണില്ല, അത് വെച്ചിട്ട് നമ്മൾ ചെയ്തു. പലപ്പോഴും പല റെൻഡറിങ് പ്രോബ്ലംസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് മെച്യൂർ ആയപ്പോഴത്തേക്കിനും നമ്മുടെ സൈറ്റ് അതെ. പിന്നീട് ഞങ്ങൾ 2009 ആയപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ ടെക്നോളജി ഡൊമൈൻ വീഡിയോ ഒക്കെ ആയതുകൊണ്ട്, സ്ട്രീമിങ്ങും വീഡിയോ കോൺഫറൻസിങ്ങും ഒക്കെ ആയതുകൊണ്ട് അതും ഇവിടെ പരീക്ഷണം നടത്തി. അപ്പം ഇവിടെ ഈ ഫ്ലോറിൽ നടക്കുന്ന പരിപാടികൾ ലൈവായിട്ട് ആർക്ക് വേണമെങ്കിലും കാണാവുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഇവിടെ നടത്താറുണ്ട്. അതുപോലെ ഇപ്പം സ്നേഹജാലകത്തിൽ 2015 ആയപ്പോൾ ഞങ്ങളൊരു ടെലിമെഡിസിൻ സിസ്റ്റം കൊണ്ടുവന്നു. ഡോക്ടർ അതെ ഉപയോഗിച്ചു തുടങ്ങിയത്. അന്ന് നമ്മുടെ ഡോക്ടർമാരുടെ എണ്ണം അവൈലബിലിറ്റി കുറവാണ് ഈ പാലിയേറ്റീവ് കെയറിന് പോകാൻ. അപ്പം ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞു, ജോയ്ക്ക് ഇത് വീഡിയോ വെച്ചിട്ട് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ഐ വിൽ സപ്പോർട്ട് യു എനി ടൈം. അപ്പം നമ്മുടെ വോളണ്ടിയർ അവിടെ പോകുന്നു, അയാളുടെ ഒരു ടാബ് ഉണ്ടാവും. അയാൾ അവിടെ ചെന്നിട്ട് രോഗിയുടെ അടുത്ത് ചെന്നിട്ട് വീഡിയോ ഓൺ ചെയ്യുന്നു, ഡോക്ടറുമായിട്ട് സംസാരിക്കും. 1-to-1 വീഡിയോ ആണ്. പക്ഷേ ദാറ്റ് ഓൾസോ വർക്ക്. പിന്നെ ഞങ്ങളൊരു ഹെൽത്ത് പ്രോഗ്രാം, ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെൽത്ത് പ്രോഗ്രാം ഉണ്ട്. എല്ലാവർക്കും ഒരു കാർഡൊക്കെ, ഹെൽത്ത് കാർഡൊക്കെ കൊടുക്കും. അത് എനിക്ക് തോന്നുന്നു 2015 ഇവിടെ ട്രൈ ചെയ്തിരുന്നു. സപ്പോർട്ട് കിട്ടാൻ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ക്ലിനിക്സും ആശുപത്രികളും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്താലേ അതുകൊണ്ട് ഗുണമുള്ളൂ. അതുകൊണ്ട് പിന്നെ അത് മുന്നോട്ട് പോയില്ല. പക്ഷേ എന്തൊക്കെ ആശയങ്ങൾ തോന്നുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെയുള്ള ഈ പ്രവർത്തനങ്ങളിലൊക്കെ ഉള്ള കൂട്ടുകാരെല്ലാം, വായനശാലയായിട്ട് സ്നേഹജാലമായിട്ട് അതിൻ്റെയൊക്കെ തലപ്പത്തുള്ളവരെല്ലാം നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവർ വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും നമുക്ക് വേണ്ട സപ്പോർട്ട്, അത് കടം മേടിച്ചിട്ടാണെങ്കിലും കാശ് തന്ന് എന്തെങ്കിലുമൊക്കെ ഡിവൈസൊക്കെ മേടിക്കണമെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള ആ സപ്പോർട്ടും കൂടെ അതിന് കാരണമാണ്, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ട്. അത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ എല്ലാവരും ചെയ്യും. അതിപ്പോൾ ഇത് മാത്രമല്ല. പിന്നെ ഞാൻ നമ്മുടെ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന ഒരു പ്രോബ്ലം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ, ഞാൻ എപ്പോഴും പറയുന്നത്, അവിടുത്തെ ടാലൻറ്റ് പുറത്തേക്ക് വരാൻ പാടാണ്, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പാടാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണം, നമ്മളിപ്പോൾ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട്, ഇപ്പോൾ ആര്യാട് പഞ്ചായത്ത്, അവിടെ കൂട്ടുകാരൊക്കെയാണ് അതിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെ. അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് പറയും, ഞങ്ങൾക്കൊരു ആപ്പ് വേണം, ഒന്ന് സഹായിക്കണം. അപ്പോൾ ഇവർക്കാർക്കും ആപ്പ് കാശ് കൊടുത്ത് ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അപ്പം ഞാൻ അവരോട് പറയുന്ന കാര്യം ഇതാണ്, പഞ്ചായത്തിലെ ബിടെക്കും MCAയും പഠിച്ച പിള്ളേരെ എല്ലാവരെയും കൂടെ ഒരു ദിവസം വിളിച്ചു കൂട്ടാം, ഞാൻ അവിടെ വരാം, എന്നിട്ട് ഞാൻ അവരോട് സംസാരിക്കാം. ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ 1-2 നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെ മെൻറ്റർമാരായിട്ട് ഇവർക്ക് കൊടുക്കാം, അവരവിടെ ഇരുത്തി പഠിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്ത ആപ്പ് കൊമേഴ്സ്യലി അവർ യൂസ് ചെയ്യുന്നുണ്ട്. ആര്യാട് പഞ്ചായത്ത് ഹരിത കിരണം എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അവർ പ്ലാസ്റ്റിക് കളക്ഷന് കുടുംബശ്രീ ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയും പ്ലാസ്റ്റിക് കിടക്കുന്നിടം കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ടൊരു ആപ്പ് അവിടുത്തെ കുട്ടികൾ ചെയ്തതാണ്, പക്ഷേ വിത്ത് ദ മെൻറ്റർഷിപ്പ്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ആ കുട്ടികൾ 4 പേര് ചേർന്ന് ഒരു സ്റ്റാർട്ടപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതെ ഇഷ്ടം പോലെ. ഇപ്പോൾ ഹാക്കത്തോൺ, ഇപ്പോൾ അസാപ്പൊക്കെ നടക്കുന്ന ഹാക്കത്തോൺ അങ്ങനത്തെ ഒരു ഫോക്കസിലേക്ക് വന്നിട്ടുണ്ട്. കുടുംബശ്രീക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ അങ്ങനത്തെ ഒരു രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. മാലിന്യ സംസ്കരണം, ഇതിലൊക്കെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പ്രത്യേകിച്ചും ടെക്നോളജിക്കും. ഇപ്പം ഞങ്ങളുടെ ഇവിടെ കനാലിൻ്റെയൊക്കെ ശുചീകരണമൊക്കെ നടക്കുന്നുണ്ട് ആലപ്പുഴയിൽ. അപ്പം കനാലിൻ്റെ ക്വാളിറ്റി ഓഫ് വാട്ടറൊക്കെ മെഷർ ചെയ്യാനൊക്കെയുള്ള ഒത്തിരി ഡിവൈസസിന് സാധ്യതയുണ്ട്. പിള്ളേരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്നെ ചിലരൊക്കെ വിളിച്ച് ചോദിക്കാറൊക്കെ ഉണ്ട് എങ്ങനെ ചെയ്യണമെന്ന്. നമുക്കറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഡെവലപ്മെൻറ്റിൽ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നമുക്ക് പരമാവധി സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഇത് പലയിടത്തും ആപ്ലിക്കബിളാണ്. ഇപ്പം ഞാൻ ആലപ്പുഴ രൂപതയിൽ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് അവിടുത്തെ ഈ കേസ്, ഇത് മത്സരമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല, അല്ലാതെ ഇതിനു മുമ്പൊക്കെ എന്നെ വിളിച്ചിട്ട് അവർ നമ്മുടെ യുവാക്കൾക്ക് ഇങ്ങനെ തീരദേശത്ത് കുറച്ചുകൂടെ ഒന്ന് ഇങ്ങനെ പഠിച്ചു നിൽക്കുന്ന യുവാക്കൾക്ക് ഞാൻ പറഞ്ഞു ഇതാണ് ഒരു ഓപ്ഷൻ അവർക്ക് കൊടുത്തത്. നിങ്ങൾക്ക് വേണ്ട ആപ്പുകൾ പറയും. അപ്പോൾ രൂപത എന്നുള്ള നിലയിൽ കുറേ സാധനങ്ങൾ നിങ്ങൾക്കും വേണമല്ലോ, അത് ഓരോ സെഗ്മെൻ്റ് ആക്കുക, ഓരോ ടീമിനെ ഏൽപ്പിക്കുക. അവരെ ഞാൻ മെൻറ്റർ ചെയ്യാം, നമ്മുടെ ടീം മെൻറ്റർ ചെയ്യും, അവർ പഠിക്കും, ദേ വിൽ കം ഔട്ട് ഗുഡ്.
ഞങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു ആപ്പ് ചെയ്ത ആളാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവന് ജോലി കിട്ടും. സാധ്യതകളുണ്ട്. നമ്മളിപ്പോഴും ചിന്തിക്കുന്ന വൻപൻ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു സാധ്യതയുള്ളൂ. അതിൽ നിന്നൊക്കെ മാറി ലോകം. ഇഷ്ടംപോലെ സാധ്യത മുന്നിലുണ്ട്. എൻ്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ ഇന്ന ആപ്പ് ചെയ്ത ആളാ സാറേ എന്ന് ഇൻ്റർവ്യൂവിന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യാളോട് പിന്നെ ചോദ്യം ചോദിക്കലായിരിക്കില്ല. ഞാൻ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അതെങ്ങനെ ഉപയോഗിക്കണം നോക്കി അതിനകത്ത് എന്താണ് ഇൻഡിജിന് അയാൾ വേറെ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഇഫ് ഹീസ് ഇൻ്റലിജൻറ്റ്, ഇഫ് ഹീസ് സ്കിൽഫുൾ, ആ സ്കില്ലൊക്കെ നമ്മുടെ ആപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു കോളേജിൽ നിന്നും കിട്ടാത്തൊരു കാര്യമാണ്. കോളേജിലൊക്കെ പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിലും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ അപ്പോൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ അത് കിട്ടുന്നില്ല. കാര്യം വളരെ ലിമിറ്റഡ് ടൈമായിരിക്കും ഇവർക്കുള്ളത്. പിന്നെ ആ സമയം കോളേജിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നതുകൊണ്ട് അവരുടെ എൻ്റെയും കൂടെ അനുഭവമാണ്. നമ്മൾ കൂട്ടുകാരായിട്ടൊക്കെ കുറച്ച് ലെഷറായിട്ട് എൻജോയ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ പ്രോജക്റ്റിൽ ഫോക്കസ് ചെയ്യില്ല. അതുകൊണ്ടാണ് പലർക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ കാര്യം ഇന്ത്യയിലൊക്കെ നടക്കുന്ന ഡെവലപ്മെൻറ്റിൽ അതിന് മാത്രം ഭയങ്കരമായ സ്കില്ലൊന്നും വേണ്ട ഡെവലപ്മെൻറ്റ് അധികം നടക്കുന്നില്ല. വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ജോലി കിട്ടൽ എന്നുള്ളത് കിട്ടുന്നില്ല എന്ന് ബിടെക്കാരൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് ചെറിയൊരു സങ്കടമുണ്ട് എനിക്ക്. കാര്യം അവരത് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ കോവിഡ് പോലത്തെ ഒരു സിറ്റുവേഷനിൽ ഏതാണ്ട് എല്ലാവർക്കും ഒന്ന് സ്റ്റെക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്തംഭനാവസ്ഥയിൽ ഈവൻ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ IT സെക്ടറിലാണെങ്കിൽ ഈ പറയുന്ന ആളുകളെ കുറയ്ക്കുക അല്ലെങ്കിൽ കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പേര് ഇതൊരു മോട്ടിവേഷൻ കൂടിയായിട്ട് കാണുന്നത്. അതിൽ തന്നെ ജോയ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാളെ സംബന്ധിച്ചോളം ഈ പ്രൊഫൈൽ നോക്കിയാൽ തന്നെ ട്യൂഷൻ അധ്യാപകനാവുന്നു, സമാന്തരമായിട്ട് ഇത് നോക്കുന്നു, പിന്നെ അതിനുശേഷം ഈ ഒരു വേറെ അവനീറിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഈ അച്ചീവ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ 10 വർഷം ഈ കമ്പനി ഇതേ പ്രൊഫൈലിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത്. എന്താണ് ഈ യുവ സംരംഭകരടക്കമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ബിടെക് കഴിഞ്ഞ് നിൽക്കുന്നടക്കമുള്ള ഈ പറഞ്ഞ ഈ പാൻഡമിക്കിൽ പകച്ചു നിൽക്കുന്ന ഈ മനുഷ്യരോടുകൂടി പറയാം? എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പാൻഡമിക് ഈസ് ഗോയിങ് ടു ഓപ്പൺ അപ്പ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം. ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകം ഒരു ന്യൂ നോർമലിലേക്ക് സഞ്ചരിക്കുകയാണ്. നമ്മൾ കാണാത്ത പല സാധനങ്ങൾ ഇപ്പം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. എല്ലാവരും മാസ്ക് വയ്ക്കുന്നു, എല്ലാ കമ്പനിയുടെ വാതിക്കലും സാനിറ്റൈസേഷനുള്ള ഓപ്ഷൻസ് ഉണ്ടാകുന്നു, കൈ കഴുകാനുള്ള ഓപ്ഷൻസ് ഉണ്ടാകുന്നു. ഒത്തിരി ചേഞ്ചസ്. വി കനോട്ട് നമുക്കങ്ങനെ ഹഗ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊരു ഈയിടയ്ക്ക് ഒരു ആപ്പ് ഹഗ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഹഗ് കൊടുക്കാനുള്ള ഒരു ആപ്പ് ഉണ്ടാക്കാൻ ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതായത് ഒരു നമ്മുടെ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ പുതിയൊരു നോർമൽ ഉണ്ടാകുമ്പോൾ പുതിയ സാധനങ്ങൾ വേണ്ടി വരും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ആ പുതിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ പണ്ടൊരു പ്രോബ്ലത്തിന് സൊല്യൂഷനാണ് നമ്മൾ പ്രോഡക്റ്റായിട്ടൊക്കെ വരിക. ഇനി ഇഷ്ടം പോലെ ഈ പുതിയ നോർമലിൽ വർക്ക് ചെയ്യേണ്ട ഇഷ്ടം പോലെ പുതിയ പ്രോഡക്ട്സ് തന്നെ വേണം. പഴയ സൊല്യൂഷൻസ് വർക്ക് ചെയ്യില്ല. അപ്പം മുമ്പുണ്ടായിരുന്ന പ്രോഡക്ട്സിനേക്കാൾ മെച്ചപ്പെട്ട ഈ സാഹചര്യങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പ്രോഡക്റ്റുകൾ വേണ്ട ഒരു കാലമാണ് ഈ തൊട്ടു മുന്നിലുള്ളത്. കോവിഡ് കഴിയുമ്പോൾ, കോവിഡ് ഉണ്ടെങ്കിലും കോവിഡ് കഴിഞ്ഞാലും. സോ ഞാൻ വിചാരിക്കുന്നു ഒരു കൊട്ടക്കണക്കിന് ഓപ്പർച്യൂണിറ്റീസുമായിട്ടാണ് കോവിഡ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് നമുക്ക് ദുരിതം സമ്മാനിക്കുന്നുണ്ട്. എനിക്കും അതിൽ സങ്കടമുണ്ട്. പക്ഷേ അതർ സൈഡിൽ ഇറ്റ് ഈസ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഈസ് ഓപ്പണിംഗ് അപ്പ്. അത് കണ്ടുപിടിച്ച് ഉപയോഗിക്കാനുള്ള ശ്രമം ഇപ്പോഴേ തുടങ്ങണം. തുടങ്ങുക മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ട് ചേസ് ചെയ്യണം. കാരണം ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് റിസൾട്ട് തരുന്നതല്ല ഇതുപോലുള്ള സംഭവങ്ങൾ. എൻ്റെ അനുഭവം തന്നെ, മേ ബി എൻ്റെത് ഇത്തിരി ലോങ് ടേം കഴിഞ്ഞിട്ടാണ് ഒരു റിസൾട്ട് വന്നേക്കുന്നത്. എല്ലാവരുമൊക്കെ വലിയ സ്റ്റാർട്ടപ്പുകളൊക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതും കാശുണ്ടാക്കുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ കാണാം പരമാവധി 1 വർഷം. ഇന്നലെ എന്നോട് ഒരാൾ പറയുന്നുണ്ട് 22 മാസം കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് $50 മില്യൺ വിറ്റു. ആ കൈൻഡ് ഓഫ് തിങ്സ് ഒക്കെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാവർക്കും സാധ്യമാവില്ല. എന്നെയൊക്കെ നോക്കിയാൽ 10 വർഷം എടുത്തു ആരുടെയെങ്കിലും മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ തന്നെ. അതല്ലാതെ സംഭവിക്കാവുന്ന ഇഷ്ടം പോലെ കഥകളുണ്ട്. എന്നേക്കാൾ നന്നായി പ്രസൻറ്റ് ചെയ്യാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ, എന്നേക്കാൾ നന്നായി അവരുടെ ഐഡിയ പ്രസൻറ്റ് ചെയ്യാനും ആളുകളെ വിശ്വസിപ്പിക്കാനും കഴിയുമെങ്കിൽ ദർ ഇസ് എ ട്രമൻഡസ് ഓപ്പർച്യൂണിറ്റി അഹെഡ്. അതിന് സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ ഗവൺമെൻറ്റും ഒക്കെ ഇപ്പോൾ സജ്ജമാണ്. സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് കിട്ടുന്നു, മറ്റ് സഹായങ്ങൾ കിട്ടുന്നു, ലോൺ കിട്ടുന്നു. ഇപ്പോൾ KFC ഒക്കെ ഇഷ്ടം പോലെ ലോൺ സ്റ്റാർട്ടപ്പുകൾ കൊടുക്കാൻ തുടങ്ങുന്നു. ഇതൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഗോ അഹെഡ് ആൻഡ് ചേസ് യുവർ ഡ്രീം. ഉറപ്പായിട്ടും ഇതൊരു ഓപ്പർച്യൂണിറ്റിയുടെ കാലമാണ് മുന്നിലുള്ളത്. മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുടെ കാലമാണ്. അത് ഉപയോഗിക്കാം.